ഇപ്പം അഭിലാഷ് കൊട്ടാരക്കര എന്ന് പറയുന്ന ആൾ ഇപ്പോൾ റൊണാൾഡോ എന്ന് അറിഞ്ഞിട്ടുണ്ട്. ഈ റൊണാൾഡോ അച്ഛന് എത്രത്തോളം ഇഷ്ടമുണ്ട്? ഇഷ്ടമേ അല്ലത്. എൻ്റെ മോൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എപ്പോഴും പറയുന്നൊരു കാര്യമാണ് സിറ്റൗട്ടുള്ളൊരു വീട്. എൻ്റെ വൈഫ് നേഴ്സിംഗ് ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ആണ് ഈ ഒരു വീട് വെച്ചത്. നിങ്ങളുടെ കൂടെ വന്ന ഒരാളുടെ ജീവൻ പൊലിയേണ്ടടുത്ത് ഒരു പോലീസുകാരൻ്റെ ജീവനാണ് പൊലിയുന്നത്. അതെ, എൻ്റെ ജീവൻ ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. അതെ അതെ അതെ, എൻ്റെ ജീവൻ പൊലിയേണ്ടടുത്തെന്ന് തന്നെ പറയും. എൻ്റെ വാഹനമില്ല, ഒരു വണ്ടിയില്ല, കയ്യിൽ ഒരു വരുമാനമില്ല. ബാങ്കുകാർ കൊടുക്കാനുള്ളവരൊക്കെ വിളി, ബാങ്കിലെ അടവുകൾ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാം, ഈ ചാനലിൻ്റെ മുമ്പിൽ ഞാൻ ചിലപ്പം ഈ ട്രോളുന്നവർക്ക് പറയാം, ദാരിദ്ര്യം പറഞ്ഞ് ഞാനൊന്നും വിചാരിക്കരുത്. ഇതാണ് ഞാൻ. എൻ്റെ മോൻ ആഗ്രഹിച്ച ഒരു മുട്ടായി പോലും മേടിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. ഞാൻ അന്ന് ശരിക്കും എൻ്റെ കയ്യിൽ സൈനൈഡ് കിട്ടിയായിരുന്നു ഞാൻ കഴിച്ചത്. വരുന്ന ഏത് പ്രശ്നങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളൊരു ആത്മവിശ്വാസമാണ്. ഇതിനകത്ത് ആരാ ഇഷ്ടം പറഞ്ഞ ആരാ? ഞാൻ തന്നെയാണ് പറഞ്ഞത്. ഇഷ്ടമല്ലെന്ന് പറഞ്ഞത് അവളാണ്. തിരിച്ചു പറഞ്ഞു. റൊണാൾഡിന് പറ്റിയ വേഷമൊന്നും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്ന ഉറപ്പായിട്ട് റൊണാൾഡോ പടത്തിൽ കണ്ടേനെന്ന് സത്യനന്ദിക്കാട് ഓർമ്മയുണ്ടല്ലോ അദ്ദേഹത്തിന്. അതൊരു വലിയ ഒരു സന്തോഷമാണ്. ഹലോ, നമസ്കാരം. ബ്രേക്ക് ത്രൂവിലെ പ്രേക്ഷകർക്ക് സ്വാഗതം. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു വിഷു ആശംസകൾ എല്ലാ മലയാളികൾക്കും നേരുകയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു ഗ്രാമാന്തരീക്ഷത്തിലാണ്. റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു കനാലുണ്ട്, ഇവിടെയൊക്കെ നോക്കുമ്പോൾ റബ്ബർ തോട്ടം, വാഴത്തോട്ടം ഒക്കെ ഉണ്ട്. ഞാൻ നിൽക്കുന്നത് ഒരാളെ തിരക്കിയാണ് നിൽക്കുന്നത്. ഇന്ന് വിഷുവായിട്ട് നിങ്ങൾക്ക് കുറച്ച് ചിരിക്കാൻ കുറച്ച് കാര്യങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് ആരാണെന്നല്ലേ, ആളിനെ ഞാൻ പരിചയപ്പെടുത്താം. ഡെയിലി നിങ്ങളുടെ വീടുകളിൽ, നിങ്ങളുടെ വിരുന്ന് മുറികളിൽ 7 മണി സമയത്ത് വരുന്ന ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഹാസ്യ നടനാണ്. അത് ആരാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ വെയിറ്റ് ചെയ്യാണ്, ഒന്ന് വിളിച്ച് നോക്കാം നമ്മളെ വിളിക്കാൻ വരുമോ എന്നുള്ളത്. ലെറ്റ്സ് സീ. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ചിരട്ടക്കോണം പാലത്തിനടുത്താണ്. ഈ പറഞ്ഞ വ്യക്തി, ഈ ഒരു ഹാസ്യ നടൻ എപ്പോഴും എല്ലാവരും വെയിറ്റ് ചെയ്യിപ്പിക്കാറുള്ളത്. ഞങ്ങൾ പണ്ടേ തൊട്ട് സുഹൃത്തുക്കളാണ്. പക്ഷേ സീരിയൽ പോകുമ്പോൾ അങ്ങനെ അല്ല കേട്ടോ. എങ്കിലും ഞാനൊന്ന് വിളിച്ച് നോക്കാം ആൾ എവിടെ ഉണ്ടെന്നുള്ള. കുറേ സമയമായിട്ട് വെയിറ്റ് ചെയ്യല്ലേ, ആരാന്ന് നിങ്ങൾ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഞാൻ ഒന്ന് വിളിച്ച് നോക്കാം. ജസ്റ്റ് ഒന്ന് വിളിച്ച് നോക്കട്ടെ ആൾ വരുമോ എന്നുള്ളത്. എവിടെ എത്തിയെന്ന് ചോദിച്ചു നോക്കാം. ബെല്ലടിക്കുന്നുണ്ട്. ചിലപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിലൊക്കെ ആയിരിക്കും എടുക്കുന്ന ആൾ. നോക്കട്ടെ. ഹലോ അണ്ണാ, എവിടെ ഇരിക്കുന്നണ്ണാ? കൊള്ളാം, ഞങ്ങൾ വന്നോ. ഞങ്ങൾ ക്യാമറ ക്രൂ എല്ലാം ഇവിടെ നിങ്ങളുടെ പാലത്തിന് അവിടെ നിൽക്കുകയാണ്. നിങ്ങൾ വീടറിയാതെ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഗൂഗിൾ മാപ്പ് ചതിച്ചു, ഞങ്ങൾ സൈഡിലോട്ട് മാറ്റിയിട്ടിരിക്കുക. ഇപ്പോഴാണോ വരുമോ? 2 മിനിറ്റ് മതിയല്ലേ? ഓക്കെ, 2 മിനിറ്റിനുള്ളിൽ എത്തുമല്ലോ. ഓക്കെ, പെട്ടെന്ന് കേട്ടോ. അപ്പോൾ ആൾ 2 മിനിറ്റിനുള്ളിൽ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരാന്നുള്ളത് കുറച്ച് ക്ഷമയായിട്ടിരിക്കുക. ദാ വരുന്ന ആൾ വരുമായിരിക്കും. ഇപ്പോൾ നോക്കാം. എന്തായാലും വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലം തന്നെ, വളരെ നാച്ചുറലായിട്ടുള്ള സ്ഥലം, ബ്യൂട്ടിഫുൾ പ്ലേസ്. വരുന്നുണ്ട് ആൾ. ഇത്ര സമയമായി, മേക്കപ്പ് മൊത്തം പോയി വിയർത്ത് കുളിച്ച്. അണ്ണാ നമസ്കാരം. നമസ്കാരം. എന്തായാലും നല്ല ആൾ തന്നെ കേട്ടോ. എന്തായാലും സംസാരിക്കുന്നതിന് മുമ്പേ ഇത് വെച്ചോണ്ടൊക്കെ സംസാരിക്കാം. അല്ലേ, നാട്ടുകാർ കേൾക്കണ്ടേ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ? ഞാൻ മാത്രം കേട്ടാൽ മതിയോ? എന്നാൽ വെച്ചോ അങ്ങോട്ട്. ഇപ്പം നിങ്ങൾക്ക് ആരാന്നുള്ളത് മനസ്സിലാക്കണം. ഞാൻ ഇതുവരെ ക്ലൂ കൊടുത്തിട്ടേ ഉള്ളായിരുന്നു, ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ആരാന്ന് മനസ്സിലായല്ലോ. റൊണാൾഡോ അച്ചച്ചൻ, നമ്മുടെ അളിയൻസിലെ നമ്മുടെ അഭിലാഷ് കൊട്ടാരക്കര. ചേട്ടാ ആദ്യം തന്നെ വിഷു ആശംസകൾ കേട്ടോ. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിശ്വാസം. അതെ, ഞാൻ നടുറോഡിൽ നിന്ന് ഇൻ്റർവ്യൂ എടുക്കാൻ വന്നതല്ല. കൊണ്ടുപോകോ എങ്ങോട്ടെങ്കിലും? എങ്ങോട്ടാ പോകുന്നത്? എൻ്റെ വീട്ടിലോട്ട് മൊത്തം ഒലിച്ച് അവിടെ കഴിക്കാൻ തരും. അപ്പം ഇന്നത്തെ വിഷു അല്ലെങ്കിൽ ഈ വർഷത്തെ വിഷു നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് അഭിലാഷ് ആൻഡ് ഫാമിലിയോടൊപ്പമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അങ്ങോട്ടേക്ക് പോകാം അല്ലേ? അപ്പം ക്യാമറ പിന്നാലെ വന്നോട്ടെ. ഇതിൽ എനിക്കിരിക്കാൻ സ്ഥലമുണ്ടോ? ഉള്ള സ്ഥലത്തിന് എന്തായാലും ഏറ്റവും വലിയൊരു ടാസ്കാ ചെയ്യാൻ മതി. സ്ഥലമില്ല, കയറുക. ഞങ്ങളെ പിന്നാലെ നിങ്ങളും പോരും. ഇതാണോ വീട്? അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ കറക്റ്റ് വിഷു. നിങ്ങൾക്കാന്ന് തോന്നല്ലോ.
ഇല്ലയോ? മേളിൽ നിന്ന് കണിക്കൊന്നയൊക്കെ വീണ് നല്ല. അല്ല വിഷു നിങ്ങൾക്കാന്ന് തോന്നുന്നല്ലോ കറക്റ്റ്. ഇതെന്താണിത്? അടിപൊളി, സൂപ്പർ. ഇതാണോ വീട്? ഇതാണ് വീട്. ഇതാണ് നമ്മുടെ അഭിലാഷ് കൊട്ടാരക്കരയുടെ വീട് ഇല്ലയോ? അപ്പോൾ നമുക്ക് അകത്തോട്ട് പോകാമല്ലോ. അകത്തോട്ട് കയറാം. അകത്തോട്ട് കയറുന്നതിന് മുന്നേ ഇവിടെ 2 പേരൂടെ ഉണ്ടല്ലോ, നിങ്ങളുടെ കുടുംബത്തിൽ 2 പേരൂടെ ഉണ്ടല്ലോ, വൈഫും മോനും ഉണ്ട്. ഒരു വിശ്വാസംസ പറയാം. അത് ഐശ്വര്യമായിട്ട് ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് കയറായിരുന്നു. വിളിക്കോ? വിളിക്കാം. ആ അപ്പോൾ അവരെ വിളിച്ചാലോ? വിളിക്കാം. എന്നാ വിളിക്കേ, നമ്മൾ നോക്കട്ടെ. സന്ധ്യാമേ. സന്ധ്യാമേ അമ്പാടി. ആ എന്താ ചിരിയുടെ അമ്പാടി ഇതിൻ്റെ ഏട്ടൻ ഇറങ്ങി വാന്നേ. അപ്പം സന്ധ്യാമേ കേൾക്കുമ്പോൾ എനിക്കില്ല സിനിമ ഓർമ്മ. അതിന്റെ സംഭവം എന്ന് പറഞ്ഞാല് അയാളുടെ പേര് സന്ധ്യാമോളാണ്. അപ്പൊ എന്റെ കൂടെ കല്യാണം കഴിച്ച അമ്മയായപ്പോ ഞാൻ പിന്നെ അതിന്റെ കൂടെ മോള് മാറ്റി അമ്മയുടെ ചേർത്ത് സന്ധ്യാമ. ഇറങ്ങി സന്ധ്യ പറയുമ്പോഴേ എനിക്കറിയാം നല്ല അഭിനയിക്കുന്ന ആളാണ്. അഭിനയിക്കുമോ? അപ്പം എന്തായാലും വിഷു ആശംസകൾ കേട്ടോ അമ്പാടി. വിഷു ആശംസകൾ കേട്ടോ. നേരെ നോക്കടാ, അടിപൊളി. ഇവനെ നമുക്ക് ഇറക്കണം കേട്ടോ, നല്ല ക്യൂട്ടായിട്ടുണ്ട് ആള്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഈ മൈക്ക് ഇച്ചിരി അങ്ങോട്ടൊന്ന് ഇച്ചിരി ഒന്ന് കൊടുത്താ. പറഞ്ഞോ. താങ്ക് യു സോ മച്ച്. അവിടെ ഇംഗ്ലീഷ് നമുക്ക് അതേ പറ്റുള്ളൂ, മലയാളികളായാലും. ഇന്ന് വിഷുവായിട്ട് ഞങ്ങള് രാവിലെ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി, പിന്നെ വിഷുക്കണിയൊക്കെ ഒരുക്കി. അത് കണ്ടപ്പോൾ മനസ്സിലായി. പിന്നെ നിങ്ങൾ വരുന്നതിന്റെ രീതിയിലുള്ള തയ്യാറെടുപ്പ്. അല്ല അതിനുമുമ്പ് ചോദിക്കട്ടെ, ഈ വിഷുവിന് എപ്പോഴും കിട്ടാറുണ്ടോ ആളിനെ? കിട്ടുന്ന സമയങ്ങളിൽ എങ്ങനെ പെരുമാറാറുള്ളത്? അല്ല അടിയൊന്നുമല്ല ഞാൻ ചോദിച്ചത്, അല്ലാതെ അതായത് നിങ്ങളുടെ ഒരു ആഘോഷം എങ്ങനെയായിരിക്കും? ഇവിടെ തന്നെ ഉണ്ട്, ഞാനെങ്ങും പോകത്തില്ല. ആവശ്യങ്ങൾക്ക് മാത്രമേ പുറത്തിറങ്ങും. പോകാൻ വിടണ്ടേന്നാണ് പുള്ളിക്കാരി പറഞ്ഞതിന്റെ അർത്ഥം, മനസ്സിലായില്ലേ? എഴുത്തും കുത്തും കാര്യങ്ങളും സർവോച്ചയായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ ആണല്ലേ? അതൊക്കെ പോട്ടെ, ഞങ്ങൾക്ക് വിഷുവായിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരുക്കിയിട്ടുണ്ടോ ഇവിടെ? എന്താ ഒരുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വിശേഷം പറഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റത്തില്ല. പുള്ളിക്കാരി അടുക്കളയിലോട്ട്. ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം അഭിലാഷ് കൊട്ടാരക്കര എന്ന് പറയുന്ന ആൾ ഇപ്പോൾ റൊണാൾഡോ എന്ന് അറിഞ്ഞിരുന്നത്, ഈ റൊണാൾഡോ അച്ഛന് എത്രത്തോളം ഇഷ്ടമുണ്ട്? ഇഷ്ടമേ അല്ലത്, ക്യാരക്ടറാണ് ചോദിച്ചത് കേട്ടോ. ഹാപ്പി അല്ലേ ഇപ്പം? വളരെ സന്തോഷമല്ലേ? കാര്യം കുറേ വർഷത്തെ പ്രയത്നം അല്ലേ, കഷ്ടപ്പാടിൻ്റെ പ്രയത്നം. രാജേഷ് തലച്ചറ നിങ്ങളുടെ നാട്ടുകാരൻ തന്നെ അത് മാറ്റി തന്നല്ലേ? ഒരുമിച്ച് പഠിച്ചാന്നോ? ആ റെക്കമെൻഡിൽ കൊണ്ടുപോയാന്നോ? പക്ഷേ ഞങ്ങള് പിന്നെ പരിചയപ്പെട്ടു, ഞാൻ രാജേഷ് ഭായിയോട് പരിചയപ്പെട്ടിട്ട് ഇങ്ങനെ ഞാൻ ചെറ്റക്കോണത്താണ് കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞ് ഇന്ന ആളെന്ന് പറഞ്ഞു. അയ്യോ എൻ്റെ കൂടെ പഠിച്ചതെന്ന് അപ്പോഴാണ് അറിയുന്നത്. പക്ഷെ എന്തായാലും വളരെ സന്തോഷം. അപ്പോൾ ഇനി ഞങ്ങൾക്ക് എന്തൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത് കഴിക്കാനായിട്ട്? അത് നേരിട്ട് കണ്ടാൽ മതി. ആണോ? ഒരുക്കങ്ങൾ നടക്കുമെന്നോ? അതിനുമ്പ് ചോദിക്കട്ടെ, ഇവിടെ ചോദിക്കട്ടെ, ഇവിടെ ഒന്ന് കൊടുത്തേ. ഹലോ സാർ, സുഖമാണോ? ഈ അച്ഛൻ്റെ അഭിനയമൊക്കെ ഭയങ്കര ഇഷ്ടമാണോ? ഈ അച്ഛൻ എപ്പോഴും ഇങ്ങനെ കഴിച്ചോണ്ട് നടക്കുന്ന വീട്ടിലെങ്ങനെ ആള് കഴിക്കുമോ? എപ്പോഴും ഇങ്ങനെ കഴിച്ചോണ്ട് നടക്കുമോ? കട്ട് കഴിക്കുമോ? ഇല്ല. നിന്റെ സ്നാക്സ് ഒക്കെ കട്ട് കഴിക്കുമോ? സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കും. അവനെ പറഞ്ഞ് പഠിപ്പിച്ചാൻ തോന്നല്ലത് മോനെ. അപ്പം എന്തായാലും മോന് സിനിമയിലേക്ക് വരട്ടെ കേട്ടോ. അപ്പം നമുക്ക് എവിടെയൊക്കെ ഇരിക്കാൻ നേരം? നമുക്ക് അകത്തിച്ചിരി അല്ല കുഞ്ഞു വീടാണ്, ഇച്ചിരി സൗകര്യം. വീട്ടിലൊക്കെ പോട്ട്, പക്ഷെ പുറത്തിരുന്ന കുറച്ചുകൂടെ കാറ്റുണ്ട്, ഓക്കെ, കുറച്ചുകൂടെ വെട്ടമൊക്കെ കിട്ടും. അപ്പം എന്തായാലും ഒരുക്കിക്കോളൂ, ഞങ്ങളിവിടെ റെഡിയാണ്. ക്രൂ ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട് കേട്ടോ. അപ്പം പായസം ഉണ്ടോ? ഓക്കെ, താങ്ക് യു കേട്ടോ. അപ്പം ഞങ്ങൾ അച്ഛനെ അങ്ങോട്ട് കൊണ്ടിരുത്തിക്കോട്ടെ. ഓക്കെ, മണിച്ചിത്താഴിനകത്ത് പിന്നെ കസേര എടുത്തിടുക, അതെ ബാക്കി നിന്ന് പറഞ്ഞാൽ മതി, ഞങ്ങളോടല്ല. അപ്പോൾ ഓക്കെ, താങ്ക് യുടാ മോനെ, താങ്ക് യു ഡാ, താങ്ക് യു. ഇപ്പം ബേസിൻ്റെ ഗ്രൂപ്പിൽ ഞാനും കയറിയാനെ, താങ്ക് യു. അടിപൊളി കേട്ടോ. ബാക്കിൽ റബ്ബർ തണൽ, വിഷുക്കണിയുടെ അല്ല വിഷുവിൻ്റെ ഫ്രണ്ടിലല്ലേ, വിഷു മരത്തിൻ്റെ കണിക്കൊന്നയുടെ ഫ്രണ്ടിൽ. അപ്പോൾ എന്തായാലും ഒരു പോസിറ്റീവ് വൈബ്. ചോദ്യങ്ങൾ കുറച്ചധികം ഉണ്ട് ചോദിക്കാനായിട്ട്. അല്ല ആദ്യം തന്നെ ഈ റൊണാൾഡ് എന്ന് പറഞ്ഞൊരു കഥാപാത്രം, കാര്യം നിങ്ങൾ കുറേ വർഷങ്ങളായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിലുണ്ട്, ഈ മിമിക്രി രംഗത്തുണ്ട്. പക്ഷേ വെള്ളാനുള്ള നാളിലുണ്ട്, എങ്കിലും തിരിച്ചറിയുന്നത് എനിക്ക് തോന്നുന്നു ഈ സീരിയലിലൂടെയാണെന്ന് തോന്നുന്നു. കഥാപാത്രത്തിൻ്റെ പേര് എനിക്ക്, അതായത് എൻ്റെ ഇതുവരെയുള്ള കലാഫീൽഡിൽ ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടിയിട്ടുള്ളത് അലിയൻസിനും ഈ പറയുന്ന റൊണാൾഡിനും തന്നെയാണ്. അതിനു മുമ്പേ എന്നെ ഞാൻ കോമഡി സ്റ്റാറിൽ വന്നപ്പോൾ, കോമഡി എക്സ്പ്രസ്സിൽ വന്നപ്പോൾ തന്നെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ പെട്ടെന്ന് ആൾക്കാരെ തിരിച്ചറിഞ്ഞു. അതിൻ്റെ ഘടകം എന്ന് പറയുന്നത് വലിയ കലാകാരനായതുകൊണ്ടല്ല, എൻ്റെ ഈ തടിയാണ്. പക്ഷേ ക്യാരക്ടറിൻ്റെ പേര് എല്ലാ കലാകാരന്മാരും ആഗ്രഹിക്കുന്നതാണ്, അവിടെ ചെയ്ത ഏതെങ്കിലും ഒരു ക്യാരക്ടറിൻ്റെ പേരിൽ അറിയപ്പെടുക എന്നുള്ളത് ആഗ്രഹിക്കുന്നതാണ്. അങ്ങനെ അപൂർവ ഭാഗ്യം, ഒരുപാട് പേര് അപൂർവമായിട്ട് അങ്ങനെ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആ ഒരു ഭാഗ്യം ഉണ്ടായി.
ഒരുപക്ഷെ അഭിലാഷ് എന്ന പേരിനേക്കാളും ഉപരി പുറത്തുള്ളവർ ഏറ്റവും കൂടുതൽ റൊണാൾഡോ അച്ചാച്ചൻ നമ്മളിപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ ഒരുപാട് നമുക്ക് നേരിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. നമ്മൾ പല കഥാപാത്രങ്ങൾ ചെയ്തിട്ടും ആരിലും എത്താതെ പോയിട്ട് സ്വന്തം നാട്ടുകാരൻ തന്നെ വേണ്ടി വന്നു പലരിലേക്കും എത്തിക്കാനായിട്ട് രാജേഷേട്ടൻ തലച്ചിറ അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടുപിടുത്തം ഈ ഒരു തടി, എനിക്ക് തോന്നുന്നു ഈ തടിയായിരിക്കും ആ കഥാപാത്രത്തിലെ അളിയൻസിൽ. അതായത് ഞാൻ സൂസു പിന്നെ കോമഡി സ്റ്റാറൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ചക്കപ്പഴത്തിൽ ഒരു വേഷം കിട്ടി. ചക്കപ്പഴം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേന് തന്നെ നമ്മുടെ ഭാഗ്യം കൊണ്ടാണെന്ന് തോന്നുന്നു അത് നിർത്തി വെച്ചിട്ട് പോസ്റ്റ്പോൺ ചെയ്യുമെന്ന് അറിയിച്ചു. ആ സമയത്താണ് രാജേഷ് ഭായിയുടെ ഫ്ലവേഴ്സിൽ ഒരു സിറ്റ്കോം അങ്ങനെ ഭാഗ്യം പറഞ്ഞത് അതിലേക്ക് വരാൻ വേണ്ടിയിട്ട് നേതാക്കൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നേരത്തെ പരിചയമുണ്ട്. ഞങ്ങൾ രാജേഷ് ഭായി വിളിച്ചപ്പോൾ പറഞ്ഞു, രാജേഷ് പറഞ്ഞു പറയാം, ഞാൻ ഉറപ്പ് പറയുന്നില്ല, നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് പിന്നീട് ഒരു ക്യാരക്ടർ അംബുജൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് എനിക്ക് കോംബോ ബെന്നിയാണ് മുടിയൻ സുസുനാഥൻ അനുമോന്റെ ക്യാരക്ടറിൻ്റെ ജോമോൻ. അങ്ങനെ അയാളുടെ ഒരു ഉപദേഷ്ടാവ് എന്ന രീതിയിൽ അംബുജൻ എന്ന് പറയുന്നൊരു ക്യാരക്ടർ, ആ പേരിന് ഞാൻ വലിയശാല എന്നൊരു പേര് വിട്ടു, വലിയശാല അംബുജൻ. അതൊരു 4-5 എപ്പിസോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നോട് പറയുന്നത് അളിയൻസിൽ, അതിനു മുമ്പേ എന്നെ അളിയൻസിൽ പിന്നെ ഒരു ജോത്സ്യം ചെയ്യാനായിട്ടൊക്കെ അതിൻ്റെ കൺട്രോളർ എന്നെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് എനിക്ക് ശ്യാമമ്പായ വിളിച്ചൊന്നും പോകാൻ പറ്റിയില്ല. അതിനുശേഷം പോകാനത് കാര്യമായി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അതുപോലെ ഇതിൽ ജെറാൾഡിൻ്റെ അനി റൊണാൾഡോ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്, മുൻ പറഞ്ഞിട്ടുണ്ട്, ക്ലീറ്റസിൻ്റെ ഒക്കെ കുഞ്ഞമ്മച്ചിയുടെ മോൻ, അത് കുറച്ച് എപ്പിസോഡ് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ സന്തോഷം. അപ്പോൾ ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊറോണയൊക്കെ കഴിഞ്ഞിട്ടിങ്ങനെ നമ്മൾ വർക്കിൽ വീണ്ടും പിച്ച വെച്ച് തുടങ്ങുന്ന ഒരു സമയം. അത് കോമഡി സ്റ്റാറും ഉണ്ട്. അങ്ങനെ അതിൽ കയറി എന്തോ എൻ്റെയും എൻ്റെ വൈഫിൻ്റെയും കുഞ്ഞിൻ്റെ ഒക്കെ ഭാഗ്യം കൊണ്ടായിരിക്കും ഇപ്പോൾ 2-2.5 വർഷത്തോളം ആകുന്നു അതിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതിനകത്ത് ഒരു മുറി കിട്ടി, അവിടെ കിടന്നിങ്ങനെ വഴക്കും മുളകട്ടൊക്കെ ഇങ്ങനെ. എങ്കിലും നിങ്ങൾക്ക് നാണമില്ലല്ലോ എങ്ങനെ എങ്ങനെ വലിഞ്ഞേരി അവിടെ കിടക്കാൻ? വീട്ടിൽ പോയിക്കൂടെ? അതല്ലല്ലോ അങ്ങനെ ഇട്ടാലും നമുക്ക് വണ്ടി പണിഞ്ഞ് ഊപ്പാട് വരും. വണ്ടി പണിഞ്ഞ് ഊപ്പാട് വരും. ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ എനിക്ക് വണ്ടി പണി എന്ന് പറഞ്ഞാൽ വലുതായിട്ട് അറിയത്തില്ല. പക്ഷേ നമ്മൾ ഈ ബൈക്ക് മെക്കാനിക്കായ സുഹൃത്തുക്കൾ വർക്ക്ഷോപ്പുകളിലൊക്കെ പോയി വെറുതെ സമയം ചെലവഴിക്കാൻ വേണ്ടി പോയി ഇരുന്നത് കൊണ്ട് ഇവരുടെ ഈ പിന്നെ ടൂൾസ് പിടിക്കുക, അതായത് നല്ലൊരു മെക്കാനിക്ക് ടൂൾസ് കൈകാര്യം ചെയ്യുന്ന കാണുമ്പോൾ അറിയാമെന്നാണ് പറയുന്നത്. ഇത് കണ്ട് നമുക്ക് പിന്നെ ഈ പറയുന്ന മിമിക്രിയുടെ ഒരു ചെറിയ ചുവടുണ്ട്, പെട്ടെന്നൊരു സാധനം പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ കഴിവുണ്ടായതുകൊണ്ടും ചെയ്യുന്നുണ്ട്. പലരും കമൻറ്റ് ചോദിക്കുന്നുണ്ട് ശരിക്കും മെക്കാനിക്കാണോ ചോദിച്ചിട്ടുണ്ട്, വണ്ടിപ്പണി അറിയാവുമെന്ന്. ഈ പറയുന്ന പഞ്ചറായ ട്യൂബിന്റെ ചെറിയ ഇതടക്കാൻ പോലെ എവിടെ പഞ്ചറായെന്ന് ചോദിക്കും. പഞ്ചർ നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റും, ആ ആളിനോടാ ചോദിച്ചത് അറിയാവുന്നത്. പക്ഷേ എങ്കിലും അതിനകത്ത് കാണാൻ ഭയങ്കര നാച്ചുറാലിറ്റി ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ നമ്മുടെ പിന്നെ അരുൺ വന്നിട്ട് പോകും ഇല്ലേ, എത്തി വന്നിട്ട് നല്ല അടിയും വഴക്കും. അതെ. പക്ഷേ അണ്ണൻ്റെ ഒരു ക്യാരക്ടർ കണ്ടപ്പോൾ ഇങ്ങനെ കഴിച്ചിട്ടാണോ ഇങ്ങനെ ആയത്? അല്ല, ഇതിന് മുന്നേ ഇങ്ങനെ കഴിക്കുമോ? കഴിപ്പ് ആഹാരം വളരെ രുചിയോടെ അതേതായാലും നമുക്ക് ഇത്രത്തോളം വേണമെന്നൊന്നുമില്ല, വളരെ ആസ്വദിച്ച് കഴിക്കുന്ന, ചെറുതായാലും വലുതായാലും. പിന്നെ ഒരുപാട് കഴിക്കുമ്പോൾ ഒരുപാടും കഴിക്കുമല്ലോ, പക്ഷെ കുറേശ്ശെ ഞാൻ ഇങ്ങനെ മതിയല്ലോ ഓരോ മണിക്കൂർ. പിന്നെ രണ്ടെന്ന് പറയുന്നത് യാതൊരുവിധ എക്സസൈസും ചെയ്യുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നടക്കാൻ പോലും വലിയ മടിയുള്ള കൂട്ടത്തിലാണ്. വണ്ടി ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടത്തില്. വണ്ടി ഇല്ലെങ്കിൽ നടക്കാൻ അല്ല, എനിക്ക് തോന്നുന്നതേ ഈ തടിയാണ് നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി. അത് കളഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്യാരക്ടറൊക്കെ പോകും. പറഞ്ഞിട്ടുണ്ടോ തടി കുറയ്ക്കാന്നുണ്ടെങ്കിൽ പിന്നെ റൊണാൾഡോന്റെ ആവശ്യമില്ല. അതെ അതെ. എന്നുവെച്ചാൽ അത് കഴിക്കുന്ന ഒരാളാണ്, എന്ത് കൊടുത്താലും കഴിക്കും. ഒരു ആർത്തി പണ്ടാരമാണ്, ചാപ്പാട്ട് രാമനാണ്. അപ്പൊ എല്ലാം കൊണ്ട് നമ്മുടെ ക്യാരക്ടറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ അങ്ങ് പോകുന്നു. എന്തായാലും ദൈവം ഇപ്പൊ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും എപ്പോഴും കൂടെ ഉണ്ടാവട്ടെ. ദൈവം കൂടെ ഉണ്ടെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കൊറോണയ്ക്ക് അത് അത്ര താഴെ പോയ ഒരാളാണ്. അവിടുന്ന് പോയിട്ട് ഞാൻ ഫീൽഡ് വിട്ടു. ഇനി എന്ത് എന്നൊരു ചോദിച്ചതിനുമായിട്ട് ഞാൻ കുറേ നാൾ ഒരു മാർഗ്ഗവും ഇല്ലാതെ വലിയ ബുദ്ധിമുട്ട് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ദരിദ്രൻ എന്ന് തന്നെ പറയാം. ആ ഒരു സാഹചര്യത്തിലൂടെ ഞാൻ കടന്നു വന്നു. അവിടുന്ന് ഞാൻ ആഗ്രഹിച്ചു, ദൈവം ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഫീൽഡ്, ഒരു കലാകാരനായിട്ട് നിലനിന്ന് പോകണം, കലാകാരനായിട്ട് തന്നെ അറിയപ്പെടണമെന്നൊക്കെ ആഗ്രഹിച്ച് നിന്ന് ഞാൻ പെട്ടെന്ന് ഈ ഒരു ഫീൽഡ് നമ്മുടെ കൈവിട്ട് പോകുന്ന ഒരു വർക്കുമില്ല. കൊറോണ വന്ന് ആകെ നാശകോശമായി. ഇനി എന്തെന്നൊരു ചോദ്യം, മുന്നോട്ടുള്ള ജീവിതം തന്നെ, അതായത് എൻ്റെ കലാഫീൽഡ് മാത്രമല്ല, ഇനി മുന്നോട്ടുള്ള ജീവിതം തന്നെ വഴിമുട്ടി നിന്നിടത്തുനിന്ന് ഇപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ എടുക്കുന്നത് ഇരിക്കാൻ പറ്റുന്ന ദൈവം എൻ്റെ കൂടെ. അപ്പം അണ്ണാ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ അണ്ണാന്ന് വിളിക്കുന്ന കൊട്ടാരക്കര കൊല്ലം ജില്ലക്കാർ അങ്ങനെ തന്നെ വിളിക്കുന്നത്. അതെ അതെ, ഈ ഫീൽഡിൽ വരുന്നതിന് മുമ്പേ ഉള്ള പരിചയം. അണ്ണാ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നിങ്ങൾ പറഞ്ഞു ദരിദ്രനായിരുന്നു, ഭയങ്കര ദാരിദ്ര്യത്തിലായിരുന്നു ഈ കൊറോണ സമയത്ത്. അപ്പം എന്ത് എന്നുള്ള ചോദ്യത്തിൽ ഈ കല മിമിക്രിയൊക്കെ വിട്ടിട്ട് ഇനി വേറെ ജോലിക്ക് പോകേണ്ടി വരും എന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ പേടി ഉണ്ടായിരുന്നു? ഇനി എന്ത് എന്നുള്ള ചോദ്യം, ഈ തൊഴിൽ വിട്ടിട്ട് വേറെ ജോലി ചെയ്യണമെന്നുള്ളത് മാത്രമല്ല, ഇനി എങ്ങനെ മുന്നോട്ട് ജീവിക്കും
തൊഴിൽ മാത്രമല്ല, കാര്യം എൻ്റെ മോൻ ഒരു 2-2.5 വയസ്സായപ്പോഴാണ് ഈ കൊറോണ ഒരു സമയം വന്നതും. അപ്പം ഒരു മാർഗ്ഗമില്ല. അന്ന് പിന്നെ ഞങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ്. അപ്പം വൈഫിൻ്റെ അമ്മ ചെറുതിലേ മരിച്ചു. അപ്പോൾ അച്ഛന് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ച് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞപ്പോഴും അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് പൂർണ്ണമായിട്ട് എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കാൻ പറ്റത്തില്ല. കാര്യം അച്ഛന് ഹാർട്ട് പേഷ്യൻ്റാണ്, ഇൻസുലിൻ എടുക്കണം. വൈഫ് പറഞ്ഞു അച്ഛന് ആസ്ട്രോളറായിട്ടൊരു കടയിൽ പോകുന്നുണ്ട്, കട ജ്യോതിശാലയുണ്ട്. അപ്പോൾ അച്ഛന് പൊതിയിട്ട് കൊടുക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ കൂടുതൽ സമയം ഇവിടെ തന്നെയാണ്. അപ്പോൾ മോനായതിന് ശേഷവും പ്രസവത്തിന് വിളിച്ചുകൊണ്ട് വന്നു, പിന്നെ നൂലുകെട്ട കഴിഞ്ഞ് പിന്നെ കുറച്ചെല്ലാം അവിടെ വന്നു, പിന്നെ കൂടുതൽ സമയം ഇവിടെ തന്നെയായിരുന്നു. ഈ സമയത്ത് ഞാൻ ഇവിടെ കൊറോണ വന്നു. എൻ്റെ വാഹനമില്ല, ഒരു വണ്ടിയില്ല, കയ്യിൽ ഒരു വരുമാനമില്ല. ബാങ്കുകാർ കൊടുക്കാനുള്ളവരൊക്കെ ബാങ്കിലെ അടവുകൾ, കാറുണ്ടായിരുന്നു, കാറിൻ്റെ അടവുകളൊക്കെ ഇങ്ങനെ മുടങ്ങിയിരിക്കുന്നു. ഒരു മാർഗ്ഗമില്ല. അപ്പം കൊറോണ 1-ാം തരംഗം വരുന്നു, അതങ്ങോട്ട് മാറി 2-ാം തരംഗം വരുന്നു, ജനതാ കർഫ്യൂവിൻ്റെ സീസൺ. എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ല. ഞാൻ എൻ്റെ ബെഡ്റൂമിൽ ഒരു മുറിയിൽ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഞാൻ ഇപ്പം അത് ഓർക്കത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് അനുഭവിച്ചത് അത്ര വലിയതായിരുന്നു. അപ്പോൾ എൻ്റെ മുമ്പിൽ മോനും അവളും ഇവിടെ പിന്നെ അച്ഛനന്ന് ജ്യോതിശാലത്തിന് ഇവിടെ ആൾക്കാർ വന്ന് നോക്കും. അച്ഛൻ ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തു. കാര്യം അവരുടെ കാര്യങ്ങൾക്കൊന്നും ആ സമയത്ത് ബുദ്ധിമുട്ടിക്കാതെ. ആ സമയത്ത് എൻ്റെ മുമ്പിൽ ഞാൻ അന്ന് ശരിക്കും എൻ്റെ കയ്യിൽ സൈനൈഡ് കിട്ടിയായിരുന്നു ഞാൻ കഴിച്ചത്. പല കലാകാരന്മാരും അങ്ങനെ തന്നെ ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്കൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ മറികടന്നതിൻ്റെ അണ്ണൻ്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവും. ഇടയ്ക്കൊരു കാര്യം ചോദിക്കട്ടെ, വീടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലൊരു വാർത്ത കെട്ടിടം, അത്യാവശ്യം നല്ലൊരു വീടായിരിക്കാം എന്നുള്ളതാണ് പറയുന്നത്. എനിക്ക് ഒരു നിങ്ങളുടെ കുടുംബം ഇവിടെ എനിക്കറിയാം. പണമുള്ള വീട്ടിലെ കൊച്ചിനൊരു മുഖമുണ്ട്. എൻ്റെ ആറ്റിറ്റ്യൂഡും ആകാരമൊക്കെ പണക്കാരൻ്റെ വീട്ടിലെ കൊച്ചിൻ്റെ കൂടെ ആയതുകൊണ്ട് പലരും എൻ്റെ സുഹൃത്തുക്കൾ തന്നെ, എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ കോളേജിലൊക്കെ പഠിച്ചവർ, പിന്നീട് ഞാൻ ഈ ഫീൽഡിൽ വന്ന് വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ പ്രാവശ്യം 2 സുഹൃത്തുക്കൾ ഇതേപോലെ ഒരുത്തൻ്റെ ഹൗസ് വാമിങ് പറയാനായിട്ട് ഇവിടെ വന്ന് ഞാനങ്ങനെ ലൊക്കേഷൻ ഇട്ട് കൊടുത്തു. ഇവിടെയാണോ ഈ വീട്ടിൽ? ഇവിടെ വന്നത് ഞാനിപ്പോൾ 2-2.5 വർഷമായിട്ട് പൂർണ്ണമായിട്ട് ഇവിടെ തന്നെ. ഇവിടെ വന്നപ്പോഴത്തേന് ഞാൻ ഫീൽഡിൽ നിൽക്കുന്നു, തിരക്കേറിയ പ്രോഗ്രാമുകൾ. പക്ഷേ ഇവിടെ വന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ അവന് ഭയങ്കരമായിട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. അളി എന്ത് പറ്റി? ഞാൻ പറഞ്ഞു ഇതാണിപ്പോൾ എൻ്റെ വീട്, ഇവിടെയാണ് ഞാൻ വൈഫ് ഹൗസിലാണ്. ഇത് എൻ്റെ വൈഫ് നേഴ്സിംഗ് ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ആണ് ഈ ഒരു വീട് വെച്ചത്. അപ്പോൾ ഇവിടെയാണ് ഞാൻ പറയടാ, എനിക്ക് അന്നേരം ഞാൻ അവനോടും പറഞ്ഞ ഡയലോഗ് തന്നെ, എടാ എനിക്ക് ഈ പറയുന്നത് എന്താ, പണമുള്ള വീട്ടിൽ കൊച്ചിൻ്റെ ഒരു മുഖം മാത്രമല്ല, എൻ്റെ സാഹചര്യം ഇതാണ്. പക്ഷേ ഈ സാഹചര്യത്തിൽ ഞാൻ ഒരുപാട് സന്തോഷവാനാണ്. ഞാനും വൈഫും കുഞ്ഞും അടങ്ങുന്ന ഞങ്ങളുടെ ചെറിയ കുടുംബം. പിന്നെ ഈ നിൽക്കുന്ന വീടുകളെല്ലാം വൈഫിൻ്റെ ബന്ധുക്കളാണ്, എൻ്റെയും ബന്ധുക്കൾ. വൈഫിൻ്റെ എന്ന് പറയത്തില്ല, എൻ്റെ ബന്ധുക്കളാണ്. എല്ലാ കാര്യത്തിനും അവർ ഭയങ്കരമായിട്ട് സപ്പോർട്ടുണ്ട് എല്ലാ രീതിയിലും. അപ്പം ഇവിടെ ശരിക്കും ഭയങ്കര സന്തോഷവാനാണ്. ഇനി ഒരു പക്ഷേ അടുത്ത വിഷു സ്പെഷ്യൽ ഒരു പക്ഷേ ഇവിടെ വെച്ച് ചെയ്യാനുള്ള ഭാഗ്യമായിരിക്കത്തില്ല, ഇവിടെ ആയിരിക്കത്തില്ല. വേറെ അടിപൊളി വീട് വെക്കും, വെക്കണം, ഫ്ലാറ്റൊക്കെ മേടിക്കണം എന്ന് ആഗ്രഹമാണ്. പക്ഷേ അതിന് മുമ്പ് മിക്കവാറും ബാങ്കുകാർ കൊണ്ട് ഇത് ജപ്തിയായി കിടക്കുകയാണ്. അപ്പം എന്തൊക്കെയാണ് വിഷു, നല്ലൊരു വിഷുവായിട്ട് എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത്. നിങ്ങൾ ഇതെല്ലാം പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു, കണ്ണീന്ന് ചെറുതായിട്ട് വിഷുവായിട്ട് നല്ലത് തന്നെ, ആനന്ദ കണ്ണീരായിക്കോട്ടെ അല്ലെങ്കിൽ സങ്കട കണ്ണീരായിക്കോട്ടെ, എന്താ ഏത് രീതിയിലും പ്രഷർക്ക് എടുക്കാം. പക്ഷേ എനിക്ക് ഒരു വിഷമമുള്ളത്, ഞാൻ വന്നപ്പോൾ തന്നെ വീട് കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി. കാര്യം എനിക്കൊന്ന് ജനലിൽ കർട്ടൻ ഇട്ടിരിക്കുന്നത്, മകനുണ്ട്, ഫുള്ള് കർട്ടനാണ് അവിടെ, ഒറ്റ കതവ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അത് ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടതാണ്, ഒറ്റ കതവ് മാത്രമേ ഞാൻ, ഫ്രണ്ട് കതവ് മാത്രമേ കണ്ടുള്ളൂ, റൂമിലൊന്നും കഥയില്ല. പിന്നെ ഇൻറ്റേർണലായിട്ട്, അതായത് പേഴ്സണലി ഒരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ, ഈ പറഞ്ഞ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്, ഞാൻ യൂസ് ചെയ്യാൻ കയറി, അതുപോലും കർട്ടനിലാണ് ഇട്ടിരിക്കുന്നത്. അത് ഞാൻ പറയണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ പറയേണ്ട കാര്യമുണ്ട്. കാര്യം പ്രഷർ അറിയണം, അഭിലാഷ് കൊട്ടാരക്കര എന്താണെന്നുള്ളത്, റൊണാൾഡ് എന്താണെന്നുള്ളത്. കാര്യം ഇത് വൈഫ് കഷ്ടപ്പെട്ട് ഇത്രയും ഉയർത്തിയെടുത്തു. പക്ഷേ ഈ എത്ര ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട് ഇപ്പോൾ ബാങ്കിലെല്ലാം കൂടെ ഒരു ലാസ്റ്റ് ഒരു പേപ്പർ കൊണ്ടൊട്ടിക്കാനായിട്ട് വരുമ്പോഴത്തേന് പലിശയടക്കം 7 ലക്ഷം. അപ്പോൾ അത് കൂടിക്കൊണ്ടിരിക്കുമല്ലോ, 7 ലക്ഷത്തി സംതിങ് ഓൾറെഡി ആയി. അത് പെട്ടെന്ന് എന്നെ കൊണ്ട് പിടിച്ചാൽ കിട്ടാത്തൊരു സംഖ്യ തന്നെയാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഇത് ഞാനൊരു വെള്ള പെയിൻറ്റ് പോലും മേടിച്ച് അടിക്കാതെയാണ് എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് കുറച്ച് മാറ്റം ചെയ്ത് വീട് വേണേൽ എന്തെങ്കിലുമൊക്കെ രീതിയിലേക്ക് ചെയ്തു പോകാം. പക്ഷേ ഞാനങ്ങനെ ചെയ്ത കഷ്ടപ്പാട് വെള്ളത്തിൽ വരച്ച് വര പോലെ. നാളെ ഒരു സമയത്ത് ബാങ്കുകാർ വന്ന് പോകുമ്പോൾ അത്രയും ചെയ്തത് ഒന്നും അല്ലാതായി. അതുകൊണ്ടാണ് ഞാൻ ഈ വീട് അതേപോലെ ഇങ്ങനെ വെച്ചേക്കുന്നത്. പിന്നെ വൈഫിനാണ് കൂടുതൽ അറ്റാച്ച്മെൻറ്റ്. കാര്യം അവരുടെ അച്ഛൻ ഉറങ്ങുന്ന മണ്ണാണ്. പിന്നെ എനിക്ക് എൻ്റെ കുടുംബ വീട് പോലെ തന്നെ ഭയങ്കര പ്രിയപ്പെട്ടത് കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഭയങ്കര സേഫ്റ്റി ഉണ്ട്, സൈലന്റ് ആണ്, സേഫ് ആണ്. ശരിയാണ്, ഉണ്ട്. കാര്യം എൻ്റെ ഫീൽഡ് അറിയാലോ, ഈ സമയം രാത്രി വിളിക്കാൻ ചിലപ്പോൾ പോയാൽ 3-4 ദിവസം കഴിഞ്ഞേ വരും. അപ്പം എൻ്റെ വൈഫും കുഞ്ഞും പക്കാ സുരക്ഷിതമാണ് ഇവിടെ. എന്താവശ്യത്തിനും അവരുടെ ബന്ധുക്കളും മാമന്മാർ, അളിയന്മാരും അച്ഛന്മാരും എല്ലാവരും ഉണ്ട്. കൂട്ടുകിടക്കാനായാലും എല്ലാവരും അപ്പുറത്ത് വീട്ടിലോട്ട് കൊണ്ടുപോകാനായാലും എല്ലാത്തിനും ആളുണ്ട്. അപ്പോൾ ആ ഒരു സുരക്ഷ, അതുകൊണ്ട് എനിക്ക് ഇവിടെ തന്നെ നിൽക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ ബ്രേക്ക് ത്രൂവിലെ പ്രേക്ഷകർ ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു വിഷുവിന് നിങ്ങൾ കരയിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ക്രിയേറ്റീവ് അല്ല,
തീർച്ചയായിട്ടും അഭിലാഷ് കൊട്ടാരക്കര എന്താണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ബ്രേക്ക് ത്രൂ ഞങ്ങളിവിടെ വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ വളരെ എനിക്കും സങ്കടമുണ്ട് അഭിലാഷിന്. കാര്യം എല്ലാവരും മറ്റുള്ളവർ സംഘം ഞാൻ ഇച്ചിരി ഇമോഷണൽ കൂടുതലുള്ള ആളാണ്. ഇപ്പോൾ സീൻ എടുത്തുകൊണ്ടിരിക്കുന്നതായാലും ഒരു ഇമോഷണൽ സീൻ വരുമ്പോൾ എനിക്ക് ഗ്ലിസറിൻ്റെ ആവശ്യം വരത്തില്ല. ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഇടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ, ഇത് നിങ്ങൾ പറയുമെങ്കിൽ മിമിക്രിക്കാരങ്ങൾ ഇഷ്ടം പോലെ മിമിക്രിക്കാർ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ താമസിക്കുന്നുണ്ട് എടുക്കുന്നുണ്ടെന്നൊക്കെ, അവരെല്ലാം രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പോൾ റീസെൻ്റ്ലി വന്ന ഫ്ലവേഴ്സിൽ വന്ന 3 താരങ്ങൾ പോലും ഇപ്പം രക്ഷപ്പെട്ട അവസ്ഥയാണ്. കാര്യം അവർ രക്ഷപ്പെടേണ്ട ആൾക്കാരാണ്. എങ്കിലും ഇത്രയും വർഷമായിട്ട് എന്തുകൊണ്ട് അഭിലാഷ് കൊട്ടാരക്കര രക്ഷപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന് വണ്ടി നഷ്ടപ്പെട്ടു, കാറ് ഫിനാൻസുകാർ കൊണ്ടു അല്ലേ, അത് ഞാൻ സറണ്ടർ ചെയ്തതാണ്. അത് സറണ്ടർ ചെയ്യാൻ കാരണം ശരിക്കും എൻ്റെ ജീവിതത്തിലെ വലിയൊരു നഷ്ടബോധം എന്ന് പറയുന്നത്, അതായത് ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്ന സമയത്ത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ആഗ്രഹിക്കുന്നത് പെട്ടെന്ന് സ്വന്തമാക്കാനുള്ളൊരു സാമ്പത്തികം അല്ല അതിനുള്ളൊരു സമയം അന്ന് എൻ്റെ മുമ്പിലായിരുന്നു. ഇപ്പം ആഗ്രഹിക്കാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷനിലൂടെ ഞാൻ പോകണം. ബുള്ളറ്റ് എടുക്കണമെന്ന് ആഗ്രഹിച്ചു, പിറ്റേന്ന് എമിനയിൽ പോയി ബുള്ളറ്റ് ബുക്ക് ചെയ്യുന്നു. അന്ന് കൊട്ടാരക്കര ഷോറൂമില്ല, 1 മാസം കഴിയുമ്പോൾ വണ്ടി എടുത്തു. 500 അതെ. പിന്നെ കാർ എടുക്കണമെന്ന് ആഗ്രഹം, സെക്കൻഡ് ഹാൻഡ് ഒരു വണ്ടി എടുക്കാമെന്ന് സ്റ്റേജ് പ്രോഗ്രാം നിൽക്കുമ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് ഒരു വണ്ടി എടുക്കാമെന്നുള്ള ആഗ്രഹിച്ചപ്പോഴത്തേനാണ് ഇയോണിനൊരു ഓഫർ കണ്ടു. ഇയോണിലെ മാനേജർ സുഹൃത്ത് ശ്രീജിത്താണ്. ഉടനെ അവനെ വിളിക്കുന്നു. പിന്നെ ഓഫർ കുറച്ചുകൂടെ അവൻ ഇട്ട് എനിക്ക് വണ്ടി തന്നു. മുത്തൂറ്റ് ഫിനാൻസ് തരുന്നു. ഒരു വർഷത്തോളം. പിന്നെ വണ്ടി എടുത്തന്നെ ഒരു 3-ാം മാസം തന്നെ കാറ് ആക്സിഡൻ്റ് ആയി. അതൊരു ഭയങ്കര ഒരു കാര്യം. അത് നമുക്ക് അതിലേക്ക് വരാം. ആദ്യം അതിലേക്ക് വരാം, ഫിനാൻസിൻ്റെ കാര്യം. പിന്നീട് അവസാനം കൊറോണ വന്നപ്പോഴത്തേന് സാറേ എന്ന് വിളിക്കുന്നവരുടെ ടോണ് മാറുന്നതിന് മുമ്പായിട്ട് അവർ തന്നെ എൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കി. അവർ തീർച്ചയായിട്ടും അത് ഞാൻ മുത്തൂറ്റ് ഗ്രൂപ്പിനോട് നന്ദി പറയുകയാണ്. എൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് അവർ എന്നോട് പോലും ചോദിക്കാതെ മൊറട്ടോറിയൊക്കെ തന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് മുടങ്ങി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കും ഒരു ബുദ്ധിമുട്ട്. നമ്മൾ അങ്ങനെ എന്നെ കൊണ്ട് അടച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, ഒരാൾ പോലും അടയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പെൻഡിങ് എങ്ങനെ തീർക്കാൻ പറ്റത്തില്ല. ഹൗസിംഗ് ലോൺ വേറെ എടുത്ത് കിടക്കുന്നു, കുറേ ബാധ്യതകൾ. അപ്പോൾ ഞാൻ പിന്നെ കാറ് സറണ്ടർ ചെയ്തപ്പോൾ എന്തെങ്കിലും റിട്ടേൺ തന്നോ? അവർ സറണ്ടർ ചെയ്തപ്പോഴത്തേന് വില മാക്സിമം അവർ കുറച്ച് തന്നു. എനിക്ക് കുറച്ചൊരു ചെറിയ സാമ്പത്തിക ഏർപ്പാടുണ്ടായിരുന്നു, അത് ഏകദേശം തീരാറായി വരും പൊതുടാകുമ്പം. അതുകൊണ്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സിവിൽ ടപ്പേത് പൊട്ടിയിരിക്കുകയാണ്. അല്ല, ഞാൻ അഭിലാഷ് കൊട്ടാരക്കരെ കാണുമ്പോൾ ഒരു ബുള്ളറ്റിനകത്ത് വരുന്ന ഒരു ഭീമൻ അങ്ങനെയാണ് വരുന്നത്. ഇപ്പം ഞാൻ ആ സ്പ്ലെൻഡറിനകത്ത് എനിക്ക് പോലും ഇരിക്കാൻ പറ്റുന്നത്. എങ്ങനെയാണ് പിന്നെ ഫാമിലിയും കൊണ്ടുപോകുന്നത്? കാര്യം ഇത് നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പറയുന്നില്ല കേട്ടോ, എൻ്റെ മനസ്സിൽ കണ്ടൊരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ എൻ്റെ അനിത്യപ്രാവിലെ കുഞ്ചാക്കോൻ്റെ വണ്ടി. ഇത് കൊറോണ സമയത്ത് നമ്മുടെ ഒരു വീടിനടുത്തൊരു വീട്ടിൽ കയറ്റി വെച്ചിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തും എൻ്റെ ചേട്ടനോട് ചേർന്നിട്ടാണ് ഈ വണ്ടി എനിക്ക് മേടിച്ചിരുന്നത്. ഒരു വണ്ടി പോലും ഇല്ലാതെ ഞാൻ വീട്ടിൽ എനിക്ക് എങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. എൻ്റെ ചേട്ടൻ ജോലി ചെയ്യുന്നു, ചേട്ടന് എന്നും കടയിൽ പോകുമ്പോൾ വണ്ടി വേണം. പിന്നെ സുഹൃത്തുക്കളോട് അവർക്ക് ഒരു ദിവസം അല്ല തരുന്നതിന് ലിമിറ്റുണ്ട്, ചോദിച്ചിട്ട് തരാത്തവരുണ്ട്. പക്ഷെ അതൊന്നും പോട്ടെ. അങ്ങനെയാണ് ഈ ഒരു വണ്ടി മേടിക്കുന്നത്. ഈ വണ്ടി കൊണ്ടുവന്നതിന് ശേഷം ഇതുവരെ എന്നെ വഴി കടത്തിയിട്ടില്ല. ഇപ്പം മോൻ വലുതായി വരുന്നതോറും ഞങ്ങൾക്ക് 3 പേർക്കൂടുള്ള യാത്ര അല്ലാതെ തന്നെ ഞാനിരുന്ന് വരുന്നത് അന്വേഷിച്ച് മനസ്സിലായി. ഞങ്ങൾ 3 പേരാണ് ഇതിനകത്ത് എങ്ങനെ പോകുന്നുള്ളത് എനിക്കും ഹീറോണ്ട സ്പ്ലെൻഡറിന് മാത്രം അറിയാവുന്നൊരു മാജിക്കാണ്. കാര്യം പറഞ്ഞോട്ടെ, അതിന് വായുണ്ടേ കരഞ്ഞല്ലേ? എന്നെ കരഞ്ഞു കഴിഞ്ഞു. ഇടയ്ക്കൊരു കാര്യം ചോദിക്കട്ടെ, പക്ഷെ എന്നെ അറിയാം വണ്ടി കേട്ടോ. ഒരിടത്ത് പോലും ഇതുവരെ കിടത്തിയിട്ട് എൻ്റെ അണ്ണൻ എന്നുള്ള രീതിയിലാണ് കൊണ്ടുപോകുന്നത്. നമ്മളെ ഒരു സിനിമയ്ക്കകത്ത് സൈക്കിൾ പോകത്തില്ല, ദിലീപേട്ടൻ്റെ പടത്തിൽ സൈക്കിൾ സംസാരിച്ചുകൊണ്ട് വന്നത് അതുപോലെ ആയിരിക്കും. ഇടയ്ക്കൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ വൈഫ് പറഞ്ഞു കുഴഞ്ഞെന്നറിഞ്ഞല്ലോ. ഞായറാഴ്ചകളിൽ നിങ്ങൾ കയറി വിളിച്ചിരുന്നിട്ട് അണ്ണാച്ചി വരുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. ചില സമയങ്ങളിൽ ഈ വന്ന് അടവുകളും കാര്യങ്ങളും കുറച്ച് ബാധ്യതകൾ ഞാൻ ഇവിടേക്ക് വരുമ്പോൾ ശരിക്കും നല്ല ബാധ്യതയിലാണ് വരുന്നത്. അതിനൊക്കെ കുറേ മൈക്രോ ഫിനാൻസുകളൊക്കെ എടുത്ത് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി എല്ലാ ദിവസവും അടവുള്ളതാണ്. അതൊക്കെ കുറഞ്ഞ്, അതൊക്കെ ഇപ്പോൾ ഏകദേശം ഒത്തിരി കുറഞ്ഞു. ദൈവം പ്രോഗ്രാമുകളൊക്കെ തന്ന് എനിക്ക് വർക്ക് തന്നുകൊണ്ടിരിക്കുന്നതൊക്കെ സഹായം കൊണ്ട് അതൊക്കെ കുറേ കുറഞ്ഞു. ആ സമയത്ത് ഇതുപോലെ വരുമ്പം ആദ്യമേ വൈഫിനെ കൊണ്ട് അവധി പറയിപ്പിക്കാൻ, പിന്നെ മുന്നേ അയാൾ അവധി പറഞ്ഞു മടുത്തപ്പോൾ ഏറ്റവും വലിയ രസം എന്ന് പറയാം. പക്ഷേ ഈ പിരിവാറ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് അവിടെ എനിക്ക് അന്ന് 3000-4000 രൂപ കണ്ട് എടുത്തേ. അടവൊക്കെ പെൻഡിങ് കൊട്ടയിൽ നിൽക്കുന്ന സമയത്ത് ഈ അണ്ണാച്ചിയുടെ പൾസർ ബൈക്കിൻ്റെ സൈലൻസർ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിലോട്ട് മെയിൻ റോഡിൽ നിന്നൊരു ചെറിയ കയറ്റുണ്ട്. ഇപ്പോൾ ഈ കയറ്റം കയറുമ്പോൾ എനിക്ക് വീട്ടിൽ ഇരിക്കുമ്പോൾ ഇതിൻ്റെ സൗണ്ട് കേൾക്കാം. ഞാൻ നിരങ്ങനെ അകത്തിരിക്കും. അപ്പോൾ അമ്മയ്ക്ക് തയ്യൽ അമ്മ ഫ്രണ്ട് ഇരിക്കുന്നത് പറയും അവനിവിടെ ഇല്ലയെന്ന് പറയും. അപ്പോൾ അവൻ പറയുന്നത് ഇന്നലെ കൂടെ ടി വിയിൽ പാത്തേ പരിപാടി നല്ല ഇറക്കിയ പൈസ അങ്ങനെയൊക്കെ കുറെ. അല്ല അതല്ല എങ്കിലും നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളൊരു കോമഡി രീതി പറഞ്ഞെങ്കിലും നമ്മളോട് നല്ല രീതിയിൽ
സഹകരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. അവരും നമുക്ക് പൈസ തരാനുള്ളത് ഞാൻ വിചാരിച്ചു വൈഫ് നല്ലപോലെ സഹകരിച്ചെന്ന് കള്ളം പറയാം. മുഷിച്ചിലൊന്നും ഇല്ലാതെ പോയിട്ടുണ്ട് ഒരുപാട് സമയം. ചുമ്മാ പറഞ്ഞ കേട്ടോ, പറയാറുണ്ടോ അങ്ങനെ? അവിടെ നിന്ന് രൂക്ഷമായിട്ട് തന്നെ നോക്കുന്നത് കേട്ടോ. അവിടുത്തെ ഒരു സപ്പോർട്ടാണ് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ കൈവിട്ട് നിന്ന സമയം കൈവിട്ടു പോയ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായത് കൊണ്ടാണ് ഇപ്പം. അല്ല ഞാൻ പറയട്ടെ, ഏതൊരു ആണിൻ്റെ വിജയത്തിന് പിന്നിലൊരു പെണ്ണുണ്ടെന്നൊരു സത്യമാണ്. കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ക്രിട്ടിക്കൽ സ്റ്റേജിലൊന്നും പുള്ളിക്കാരി പോയിട്ടില്ല, നേഴ്സാണ്, കളഞ്ഞിട്ട് പോയിട്ടില്ല, അണ്ണൻ എന്നുള്ളൊരൊറ്റ ഇതുകൊണ്ട് തന്നെ കൂടെ നിന്നിട്ടുണ്ട്. അതിപ്പോൾ ഒരു ഹാറ്റ്സ് ഓഫ് കൊടുക്കണം. പിന്നെ അതിൽ ഞാൻ അത് വളരെ അഭിമാനത്തോടെ തന്നെ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, വേറൊരു ജോലിക്ക് ഒരു മാർഗ്ഗമില്ലായിരിക്കുമ്പോഴും നിങ്ങൾ വേറെ ജോലിക്ക് ശ്രമിക്കുന്നോ അല്ലെ പോകണമെന്നോ നിർബന്ധമായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്കിനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞങ്ങൾ രണ്ടുപേരും നോക്കിയിരിക്കുന്ന വേറെ 2 കുഞ്ഞു കണ്ണുണ്ട് എൻ്റെ മോൻ്റെ. അങ്ങനെയാണ് ഞാൻ വീണ്ടും മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് പോകണത്. മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് പോകുമ്പോൾ അതിരിക്കുന്ന ഇൻ്റർവ്യൂ ഇരിക്കുന്ന സമയത്താണ് ഏഷ്യാനെറ്റ് കോമഡി സ്റ്റാർ തുടങ്ങി അതിലേക്ക് വരുന്നത്. അതിൽ കയറി ഒരു 2 മാസം പോയി കഴിഞ്ഞപ്പോഴത്തേന് വീണ്ടും ബിഗ് ബോസ് ഒക്കെ വന്ന് ഷെഡ്യൂൾ വലിഞ്ഞു. പിന്നെ കിട്ടുന്ന പേയ്മെൻറ്റ് 2 മാസം കൊടുപ്പോൾ 9,000-10,000 രൂപ മാത്രമായി. ഒരു രീതിയിലും പറ്റത്തില്ല. വീണ്ടും ഫീൽഡ് വിടാം എന്ന് പറയുന്നിടത്താണ് പെട്ടെന്ന് ബിഗ് ബോസ് നിൽക്കുന്നു, വീണ്ടും കോമഡി സ്റ്റാർ അടുത്ത് കൂടുന്നു, അതിൽ വിൻ ചെയ്യാൻ ഭാഗ്യമുണ്ടായി. അപ്പം പല ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ പോലും നിങ്ങൾക്ക് വേറൊരു ജോലിക്ക് പൊക്കൂടെ എന്ന് പറഞ്ഞിട്ടില്ല, തള്ളി വിട്ടിട്ടില്ല, ഒരിക്കലുമില്ല. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഞാൻ ഇന്നിപ്പോൾ ഈ കസേരയിൽ കലാകാരനായിട്ടിരിക്കുന്നത്. ഞാൻ അവിടുന്ന് ഡീവിയേറ്റ് ചെയ്ത് പോയിരുന്നെങ്കിൽ അച്ഛൻ ജോത്സ്യനാന്നല്ലേ പറഞ്ഞേ? അതെ പറഞ്ഞിട്ടുണ്ടാവാം, പേഴ്സണലി പറഞ്ഞിട്ടുണ്ടാവാം. അവൻ രക്ഷപ്പെടും, ഒരു കാലത്ത് രക്ഷപ്പെടും, അവനെ ഒന്നിനും പുഷ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ഒന്നിനും പുഷ് ചെയ്യാതെ ഇപ്പോൾ ഈ ലെവലിലിരിക്കുന്നത്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഈ വീടിൻ്റെ കാര്യം മാറ്റി വെക്കട്ടെ, അത് കുറച്ച് കഴിഞ്ഞ് നമുക്ക് ബാക്ക് ടു നമ്മുടെ വീടിൻ്റെ കാര്യത്തിലേക്ക് വരാം. നിങ്ങളുടെ ഒരു അഫെയർ, നിങ്ങൾ കല്യാണം കഴിച്ചത് ഭയങ്കരമായിട്ട് തീവ്രമായിട്ടുള്ളൊരു സ്നേഹത്തിലൂടെയാണ്. ലവ് മാരേജ് ആയിരുന്നു, കലിപ്പ് കൂടായിരുന്നു. തീവ്രമായ ഒരു കലിപ്പിലൂടെ വന്നിട്ട് പിന്നെ അത് അതൊന്ന് പറയാമോ? കലിപ്പിലൂടെ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് അമ്മ തയ്യല, അപ്പം മുട്ടിന് തേയ്മാനമുണ്ട്. ആഴ്ച എങ്ങനെയല്ല 2 ദിവസം ഇഞ്ചക്ഷൻ എടുക്കാൻ പോകണം. അന്ന് കൊട്ടാരക്കര മൈത്രി എന്ന് പറയുന്ന ഹോസ്പിറ്റൽ. അപ്പോൾ ഞാനുള്ള സമയങ്ങളിൽ അന്ന് കോമഡി സ്റ്റാർ പ്രോഗ്രാം മാത്രമേ ഉള്ളൂ, സ്റ്റേജ് പരിപാടി കോമഡി സ്റ്റാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഉള്ള സമയങ്ങളിൽ പോവും. അങ്ങനെ അവിടെ പോയി എല്ലാവർക്കും അറിയാം. അപ്പോൾ അമ്മയുടെ കാർഡ് കൊണ്ടുപോകണ്ട, അല്ലാതെ തന്നെ അമ്മയുടെ OP നമ്പർ നേഴ്സുമാർക്ക് കാണാൻ പാടമാണ്. അങ്ങനെ ഒരു പ്രാവശ്യം പോയപ്പോഴത്തേന് പുള്ളി ശരിക്കും പിന്നെ ഇത് റേഡിയോളജിയാണ്. റിസപ്ഷനിൽ ഇരുന്നപ്പോൾ അമ്മ എന്നതുപോലെ കാർഡില്ലാതെ ചെന്നു. അപ്പോൾ കാർഡ് കൊണ്ടുവരണ്ടെന്ന് കണ്ട് പറഞ്ഞു. ഞാനത് കലിപ്പായി ഏറ്റുപിടിച്ചു. അപ്പോൾ പുള്ളി പിന്നെ ഞാൻ വരുമ്പം ശാന്തമ്മയുടെ മോനെന്ന് പറഞ്ഞൊരുത്തുണ്ട്, അവൻ വരുമ്പോൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരാളെ കൂട്ടുപിടിച്ചു. അങ്ങനെയൊക്കെ പിന്നെ ഈ കലിപ്പിലൂടെ എന്തൊക്കെ കൊള്ളാലോ, സംഭവം ആള് കൊള്ളാലോ, പിന്നെ മാറ്റിയത് എനിക്ക് തോന്നി. അപ്പോഴും നല്ല എതിർത്ത് തന്നെ ആയിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് ആവശ്യമില്ലാത്ത കാര്യത്തിന് ഹോസ്പിറ്റലിൽ പോകാറുണ്ടോ? അതായത് അമ്മയുടെ ആ കാര്യം പറഞ്ഞിട്ട് പുള്ളിക്കാരിയെ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പോയിട്ടുണ്ടോ? ആവശ്യമില്ലാതെ ഹോസ്പിറ്റലിൽ പോകാറില്ല. ആവശ്യമില്ലാതെ കൊട്ടാരക്കര വരികയാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഫ്രണ്ട് ചെയ്തൊരു ഫോൺ വിളിയുണ്ട്. അപ്പോൾ റോഡിനോട് ചേർന്ന റിസപ്ഷനായിട്ട് കാണാൻ പറ്റും. അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എന്തായാലും പിന്നെ അതേപോലെ ഇവിടെ വീട്ടിലറിഞ്ഞു. വീട്ടിൽ പക്ഷേ ഇവിടെ അച്ഛൻ അറിയുന്നത് ഞങ്ങൾ സ്നേഹത്തിലാണെന്ന് പറഞ്ഞില്ല. ഇങ്ങനെ ഒരു ആലോചന വന്നു ഉള്ള രീതിയിൽ തന്നെയാണ് അറിഞ്ഞത്. ഇങ്ങനെ അച്ഛൻ്റെ ജ്യോതിശാലത്തിൽ ഞങ്ങൾ പോയി ആലോചിച്ചു. അവിടെ ചെല്ലുമ്പോഴാണ് എനിക്ക് ഈ ഫീൽഡ് അല്ലാതെ വേറെ വരുമാനമൊന്നും ഇല്ലയെന്ന് അറിഞ്ഞപ്പോഴത്തേന് അച്ഛൻ പിന്നെ മാറി. പിന്നീട് പതിയെ കൊണ്ട് ചേച്ചിമാരിലൂടെ പ്രണയമാണെന്ന് പറഞ്ഞു. കലിപ്പായിരുന്നു. പിന്നെ പുള്ളിക്കാരുടെ വിധി അതല്ല തന്നെ വേണ്ടി വന്നു. അല്ല, തീർന്നില്ല, കംപ്ലീറ്റ് ആയില്ല. ഇതിനകത്ത് ആരാ ഇഷ്ടം പറഞ്ഞാരാ? ഞാൻ തന്നെയാണ് പറഞ്ഞത്. ഇഷ്ടമല്ലെന്ന് പറഞ്ഞത് അവളാണ്. തിരിച്ചു പറഞ്ഞു, ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു. എനിക്ക് 2-3 പിന്നെ കൂട്ടുകാരികൾ, ഇവരുടെ കൂട്ടുകാരികൾ നമ്മളെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ കൂട്ടുകാരുണ്ട്. അപ്പൊ അവരിങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ പിന്നെ പറഞ്ഞു, സംസാരിച്ചു. ആണോ? അങ്ങനെയാണ്. ഈ നമ്മൾ എപ്പോൾ നോക്കിയാലേ എല്ലാവർക്കും സ്നേഹം എന്ന് പറയുന്നൊരു മൂല്യമുള്ളൊരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഇങ്ങനെ ഈ ലവ് ട്രാക്ക് ഒരു ഭയങ്കര ഡേഞ്ചറല്ല. അതായത് കലിപ്പ് സിറ്റുവേഷനിൽ പോയിട്ട് ഒരു ഇഷ്ടം വരുമ്പോൾ അവിടെ ഇഷ്ടത്തിന് വാല്യൂ കൂടുതലാണ്. നമ്മൾ നേടിയെടുത്ത ഒരു ഇതായിട്ട് നേടിയെടുത്ത മാത്രമല്ല ആ വാല്യൂ, അതായത് അവിടെ നിന്ന് തരുന്ന ഇഷ്ടം ഭയങ്കരമായിരിക്കും. നമ്മുടെ ഇഷ്ടം ചിലപ്പോൾ കുറഞ്ഞെന്നിരിക്കും. അങ്ങനെ എന്തെങ്കിലും തുലാസിന്റെ അങ്ങനെ ഒരു ഇതില്ല. ഞാൻ പറഞ്ഞ കാര്യം, എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറയുന്ന ഏറ്റവും നല്ലൊരു സുഹൃത്തു കൂടിയാണ്. പിന്നെ അതിലുപരി ഭാര്യ എന്നതിനേക്കാളുപരി എനിക്ക് ഭയങ്കര ബഹുമാനത്തോടെ കാണുന്നൊരു എന്ന് പറഞ്ഞാൽ ഒരു കാര്യങ്ങൾ എന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല ഇപ്പോഴും. ഈവൻ സാധാരണ ഒരു വീട്ടമ്മയുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഒരു ഭാര്യയുടെ ആഗ്രഹങ്ങൾ
ഒക്കെ ഒരു കാര്യങ്ങളിലും ബുദ്ധിമുട്ടിക്കുന്നില്ല. അവളുടെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്കിപ്പം ദൈവം അനുഗ്രഹിച്ച് പോകാൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ, അതായത് എൻ്റെ മോൻ ആഗ്രഹിച്ച ഒരു മുട്ടായി പോലും മേടിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അവിടെ നിന്നിപ്പം അഭിലാഷണ്ണ, അത് എനിക്കൊരു കാര്യം പറയാനുള്ളതേ, അല്ല ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അനിൽ, അത് കരയേണ്ട ആവശ്യമില്ല. അറിയാം, മനസ്സിലായി. പക്ഷെ ആ സിറ്റുവേഷൻ എല്ലാവർക്കും ഉണ്ടാവാം. മേ ബി ആ ഒരു സിറ്റുവേഷൻ ഇതിപ്പോൾ മാറിയില്ലേ, ഇത് ചിലർ പറയും നിങ്ങൾ ഗ്ലിസറിൻ വേണ്ടാതെ കരയെന്ന് പറഞ്ഞില്ലേ, ഇനി അങ്ങനെ കരയുന്നു. ഇത് ജെന്യൂനായിട്ട് സീരിയസ് ആയിട്ടും പെട്ടെന്ന് എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാളാണ്. എൻ്റെ നാടും കൊട്ടാരക്കര, എനിക്ക് അറിയാവുന്ന ഒരാളാണ്. പക്ഷേ ഒത്തിരി ബുദ്ധിമുട്ടി, ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ലെവൽ വരെ വന്നത്. ആ സിറ്റുവേഷനൊക്കെ എങ്ങനെയായിരുന്നുണ്ട്? അപ്പം മോനൊരു മിഠായി വേണമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അവൻ്റെ ആഗ്രഹത്തിൽ തന്നെ അത് വേണമെന്ന് പറയുമ്പോൾ, ടോയ് വേണമെന്ന് പറയുമ്പോൾ എങ്ങനെ അവനെ സമാധാനപ്പെടുത്തും? അല്ല, അന്ന് അവൻ പിടിവാശി പിടിക്കുന്ന 2.5-3 വയസ്സ് സമയമാണ്. അപ്പോൾ ആ വാശിക്ക് ദൈർഘ്യം വളരെ കുറവാണ്. ഇപ്പോഴും അങ്ങനെ വാശികളൊന്നുമില്ല. അത് എൻ്റെ ചേട്ടൻ്റെ മോൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഞങ്ങൾ കുടുംബ വീട്ടിൽ പോയിട്ട് അപ്പോൾ പിറ്റേന്ന് കേക്ക് കൊട്ടാരക്കര ലക്ഷ്മി ബേക്കറിയിൽ നിന്ന് എൻ്റെ അടുത്ത് പറയണം, നീ അഡ്വാൻസ് കൊടുക്ക് എന്ന് പറഞ്ഞ് 500 രൂപ തന്നു. ലക്ഷ്മി ബേക്കറിൽ പോയി ഞാൻ പേരും ഡേറ്റും എല്ലാം എഴുതി കൊടുത്ത് കേക്ക് ഓർഡർ ചെയ്യാനായിട്ട്. അപ്പോൾ ലക്ഷ്മി ബേക്കറിയുടെ ഫ്രണ്ടിൽ വണ്ടി വെച്ചപ്പോൾ മോനൂടെ എൻ്റെ കൂടെ കടയിലേക്ക് വരാൻ വേണ്ടി. അപ്പം ഞാൻ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞടി, നീ അവനെ പിടിച്ചോ. അവൻ കടയിൽ വന്നൊരു സാധനം തൊട്ട് കാണിച്ചായിരിക്കും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ആ ഒരു ദിവസം ഞങ്ങൾ നടക്കത്തില്ല ഇപ്പോഴും. പക്ഷെ അവിടെ നിന്ന് അവൻ കാണിച്ചു തരുന്ന, മൊബൈലിൽ നോക്കി കാണിച്ചു തരുന്നത് മേടിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റും. ഇപ്പോൾ പറ്റുന്നുണ്ടല്ലോ, ഉറപ്പായിട്ടും. അതാണ് വിജയം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതിന് ആദ്യം നന്ദി പറയേണ്ടത് ഒരു സല്യൂട്ട് ഉണ്ട് രാജ് തലസിലൂടെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു പാവപ്പെട്ട കലാകാരനെ ഈ 2.5 വർഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കുറച്ച് ഒരു 30% 40% ബാധ്യത എങ്കിലും, അല്ലെങ്കിൽ 50% ബാധ്യത എങ്കിലും മാറാൻ കാരണം അളിയൻസ് തന്നെയാണ്. ഒരു പ്രോഗ്രാം മാത്രമല്ല, ഇപ്പം ഞാൻ കൗമുദിയുടെ തന്നെ സോൾട്ടൻ പെപ്പർ എന്ന് പറയുന്ന ഫുഡ് ബ്ലോഗ്, അതിൻ്റെ പേര് റൊണാൾഡോ ഫുഡ് ബ്ലോഗ് എന്നാണ്. ആ പേരിൽ തന്നെ, ആ പേരിൽ എൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു പ്രോഗ്രാം, ഞാൻ ഇന്നലെ എൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് വന്നതാണ്. അതേപോലെ തന്നെ കൗമുദിയുടെ തന്നെ ക്ലിഷേ ബട്ട് നോട്ട് ക്ലിഷേ എന്ന് പറഞ്ഞ രാജ്മയുടെ തന്നെ സിറ്റ്കോം ടോപ്സിക്കാണ്, അതിൽ എഴുതുന്നുണ്ട്. പിന്നെ രാജ്മയുടെ ഏതൊരു വർക്കിനകത്തായാലും പുള്ളി എല്ലാ രീതിയിലും ഒന്നുകിൽ ആക്ടിങ്, അല്ലെങ്കിൽ എഴുത്ത്, അല്ലെങ്കിൽ ഒരു ചർച്ചയിലായാലും എന്നെ കൂട്ടുന്നുണ്ട്. അപ്പം അതിന് ഞാൻ നന്ദി പറയത്തില്ല. ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇത്രയും നാൾ നന്ദി പറയാൻ പാടില്ലെന്ന് ഒരിക്കലും പറഞ്ഞൂടാ. ഇത്രയും നാൾ ഞാൻ പറയാത്തൊരു കാര്യം ഞാൻ ഈ ഒരു വിഷുവിൻ്റെ ദിവസം ഞാൻ പറയണം. വിഷമം തോന്നല്, കൊട്ടാരക്കരയിലെ ഒരു 3 വർഷം മുന്നേ അറിയപ്പെടുന്ന ഒരു സ്കൂളുണ്ടായിരുന്നു. അതൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. സ്കൂളിൽ ഞാൻ പറയുന്നില്ല ഏതാന്ന്. അവിടെ അവർക്കൊരു സെലിബ്രിറ്റി വേണം. അന്ന് എന്നോട് ഇങ്ങനെ വിളിച്ചിട്ട് അവിടുത്തെ ഒരാൾ എന്നോട് പറഞ്ഞു, ഒരാൾ വേണം, അറിയപ്പെടുന്ന ഒരാൾ വേണം, പക്ഷേ അവരുടെ പേയ്മെൻറ്റ് കുറവാണ്. പേയ്മെൻറ്റ് ഞാൻ പറയുന്നില്ല എത്രയാണ്. അപ്പോൾ ഞാൻ 3 പേരുടെ പേര് പറഞ്ഞതിൽ, അവർക്ക് കോമഡി ചെയ്യുന്ന ഒരാൾ മതി. 3 പേരുടെ പേര് പറഞ്ഞതിൽ ഒന്ന് ദീപു നാവായിക്കുളം, രണ്ടാമത് ഞാൻ ഏതോ ഒരു കൊമഡിയൻ്റെ പേര് പറഞ്ഞു, മൂന്നാമത് അഭിലാഷ് കൊട്ടാരക്കരയുടെ പേര് പറഞ്ഞു. ഈ അഭിലാഷ് കൊട്ടാരക്കരയുടെ പേര് പറഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞത് അവൻ വേണ്ട. ഞാൻ ഈ സ്പോട്ടിൽ വെച്ച് പറയാം, ഇപ്പോൾ പറയാം. ഇത് സത്യമായിട്ടും പറയുന്നൊരു കാര്യമാണ്, ജെന്യൂനായിട്ട് പറയുന്നൊരു കാര്യമാണ്. അവൻ വേണ്ടാന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് കാരണം, എന്താ? അവൻ എപ്പോഴും ഇതിലേക്കൂടെയൊക്കെ ബുള്ളറ്റിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവന്, എല്ലാവരും കാണുന്നത്. അയാൾ എന്ത് കോമഡിയാണ് കാണുന്നത്. വന്നാൽ പറയാം അയ്യോ ഇവനാണെന്ന് ആൾക്കാർ ചോദിക്കും. ഞാൻ അപ്പോഴും ആ സ്കൂളുമായിട്ടുള്ള ബന്ധം, ഞാൻ 4 വർഷമായിട്ട് അവിടെ പ്രോഗ്രാം ചെയ്യുന്ന ഒരാളാണ്, ബന്ധം ഒഴിവാക്കി. ഞാൻ പറഞ്ഞു ഒരു കലാകാരെയും അങ്ങനെ താഴ്ത്തി കെട്ടല്ലോ. പക്ഷേ ഇപ്പോൾ അവർ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, നിങ്ങളിനി വിളിച്ചാലും ആ സ്കൂളിൽ ഞാൻ ക്യാമറ കട്ട് ചെയ്യുമ്പോൾ ഞാൻ പറയാം, വിളിച്ചാലും ഇദ്ദേഹം വരത്തില്ല. ഞാൻ ക്യാമറ കട്ട് ചെയ്യുമ്പോൾ സ്കൂളിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം, ആ വിളിച്ച വ്യക്തിയുടെയും പേര് പറഞ്ഞുതരാം, ഷുവറായിട്ടും പറഞ്ഞുതരാം. ഒത്തിരി പേര് അതേപോലെ ഒത്തിരി പ്രോഗ്രാമുകളിൽ ഇപ്പോൾ കഴിഞ്ഞ മാസവും ഒരു സ്കൂൾ ഇനാഗറേഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു സമയത്ത് സ്വപ്നം കണ്ടൊരു കാര്യമാണ്. നമുക്ക് ഈ പറയുന്ന കലാകാരനായിട്ടിരുന്ന എല്ലാവർക്കും അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവണമെന്നില്ല. അതേപോലെ ഞാൻ ആഗ്രഹിച്ച സ്ഥലങ്ങളിൽ ഗണപതി ക്ഷേത്രത്തിൽ ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ ഇപ്പം ഞാനൊരു മിമിക്രി രംഗത്തേക്ക് എത്തിയപ്പോഴത്തേന് മിമിക്രി ഒരു ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളില്ല ഗണപതി പ്രോഗ്രാമുകളില്ല. പക്ഷേ കൊട്ടാരക്കര കലാകാരന്മാരെ ആദരിക്കുന്ന ഒരു പ്രോഗ്രാം, ഒരു ഡാൻസ് സ്കൂൾ അവിടെ വെച്ച് നടത്തിയപ്പോൾ അവരെന്നെ ഉൾപ്പെടുത്തി. ഒരു കലാകാരനായിട്ട് എനിക്ക് ആ സ്റ്റേജിലിരുന്ന് ഒരു അനുമോദനവും ഒരു പൊന്നാടയും മേടിക്കാനുള്ളൊരു ഭാഗ്യം ഭയങ്കരമായിട്ടുണ്ടായി.
അത് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അല്ല, നിങ്ങളെ ഓർത്ത ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഒരു മെമ്പർ ആയിരിക്കുമല്ലോ ഓർത്തത്, അതെ, അവർക്കൊരു നമസ്കാരം പറയാം. കാര്യം എൻ്റെ പ്രിയ സുഹൃത്ത് അമർചന്ദ്, അമർചന്ദിൻ്റെ ആയിരുന്നല്ലേ? അമർചന്ദിൻ്റെ അമ്മയും അച്ഛനും കൂടെ അടങ്ങുന്ന ഡാൻസ് സ്കൂൾ. അത് എപ്പോഴും ഞാനത് അമർചന്ദിനെ എൻ്റെ ഇപ്പം ഫേസ്ബുക്കിലൂടെ മാത്രമേ എൻ്റെ വിശേഷങ്ങൾ അറിയുന്നുള്ളൂ. ഒത്തിരി നാളെ കണ്ടിട്ട് ഇപ്പോൾ ദുബായിൽ ഡാൻസ് സ്കൂൾ തുടങ്ങി അവിടെ. പക്ഷേ അമർചന്ദ് ഒരുപാട് ആ ഒരു കാര്യം ഞാൻ എപ്പോഴും ഓർക്കും. നീയാണ് എൻ്റെ ആ ഒരു വലിയൊരു ആഗ്രഹം ആ വേദിയിൽ കയറ്റി സാധിച്ചത്. താങ്ക്സ് സുഹൃത്തെ. അഭിലാഷണ്ണ, ഇപ്പം എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു എനിക്ക് തോന്നുന്നതേ നിങ്ങളുടെ അളിയനില്ലേ എന്നെ തമ്മിലിരിക്കുന്ന അളിയൻ റിയാസിക്കയുടെ ഈ കുറേ ഈ സിറ്റ്കോം ഈ നമ്മുടെ അലിയൻസ് മമ്മൂക്ക കണ്ടിട്ട് ഞാൻ റിയാസിക്കയുടെ ഇൻ്റർവ്യൂ എടുത്തപ്പോൾ പറഞ്ഞിട്ടുള്ളത് അഭിപ്രായങ്ങൾ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ഈ കോമഡിയൊക്കെ സിറ്റ്കോമൊക്കെ മമ്മൂക്കൊക്കെ ഇഷ്ടമാണ്, കാണാറുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും അഭിലാഷിൻ്റെ ഒരു ജീവിതത്തിൽ സിനിമാ താരങ്ങൾ ആരെങ്കിലും കണ്ടിട്ട് വിളിക്കുകയോ അഭിപ്രായങ്ങൾ പറയുക ചെയ്തിട്ടുണ്ടോ ഈ 2.5 വർഷമായിട്ട്? സിനിമാ താരങ്ങൾ അതിലൂടെ എന്തെങ്കിലും വേഷങ്ങൾ വന്നിട്ടുണ്ടോ? അതിലൂടെ വേഷം ഇപ്പം ഞാൻ ശുക്രൻ എന്ന് പറയുന്ന സിനിമ, അത് 2 കാര്യമുണ്ട്. ഒന്നെന്ന് പറയുന്നത് അതിൻ്റെ ഡയറക്ടർ ഉബൈനി, എഴുത്ത് രാഹുൽ കല്യാണം എൻ്റെ സുഹൃത്തുക്കളാണ്, വർഷങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളാണ്. പിന്നെ അപ്പം ഇപ്പോൾ ഒരു സിറ്റ്കോം ഇടയ്ക്കിടയ്ക്ക് രാഹുൽ സ്ഥിരമായിട്ട് കാണാറുണ്ട്. അപ്പോൾ അതിലൊരു ക്യാരക്ടർ വന്നപ്പോഴത്തേന് ഉറപ്പായിട്ടും എന്നെ വിളിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ആ മിമിക്രി എന്നതിലുപരി ഇപ്പോൾ ഇയാളുടെ ആർട്ടിസ്റ്റ് കുറച്ചുകൂടെ ഒക്കെ ബെറ്റർ ആയിട്ടുണ്ട്, അതുകൊണ്ട് കൂടിയാണ്, അല്ലാതെ സുഹൃത്തായിട്ടല്ല വിളിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് അലിയൻസിലൂടെയും ആ സൗഹൃദം കൊണ്ട് തന്നെ വന്നതാണ്. പിന്നെന്ന് പറയുന്നത് ട്രിവാൻഡ്രത്തുള്ള തന്നെ എൻ്റെ 2 ആർട്ടിസ്റ്റുകൾ ഒരു സബ്ജക്റ്റിൻ്റെ ആവശ്യമായിട്ട് സത്യനന്ദിക്കാട് സാറിനെ കാണാൻ പോയപ്പോൾ അവരിങ്ങനെ അലിയൻസിൻ്റെ കാര്യം പറഞ്ഞപ്പം പുള്ളി എൻ്റെ കാര്യം അവരോട് പറഞ്ഞു. അലിയൻസ് സ്ഥിരമായിട്ട് കാണാറുണ്ട്, മഞ്ജു പത്രോസിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അതിൽ റൊണാൾഡോ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്, പുള്ളി നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. അത് അവരെന്നെ വിളിച്ചു പറഞ്ഞു. ഞാനങ്ങനെ എനിക്ക് പരിചയമുള്ള ഒരു ചേട്ടനയിൽ നിന്ന് സത്യനന്ദിക്കാട് സാറിൻ്റെ നമ്പർ മേടിച്ചിട്ട് കുറേ ട്രൈ ചെയ്ത്, അപ്പോൾ വിളിച്ചിട്ട് എടുത്തില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ വിളിച്ച് 2-3 പ്രാവശ്യം വിളിച്ച് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് എന്നെ തിരിച്ച് വിളിച്ചു പറഞ്ഞാൽ സാറേ ഞാൻ ഇന്ന പോലെ ഇന്ന ആളാണെന്ന്. റൊണാൾഡോ പറയുമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഇന്നതുപോലെ എൻ്റെ ഒരു അഭിലാഷം എന്നാണ്, കൊട്ടാരക്കരയാണ് സ്വദേശം, അലിയൻസിലെ റൊണാൾഡോ എന്ന് പറഞ്ഞൊരു റൊണാൾഡോ പറയൂ എന്ന് പറഞ്ഞിട്ട് എൻ്റെ പെർഫോമൻസിനെ കുറിച്ചും പറഞ്ഞു, അലിയൻസിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. അപ്പോൾ ആ സമയത്ത് മോഹൻലാലുമായിട്ടുള്ള ഇപ്പം ഇറങ്ങാൻ പോകുന്ന ഹൃദയപൂർവ്വ സിനിമയുടെ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കും. ഞാൻ സാറേ ഇന്നതുപോലെ പിന്നെ അതിലൊരു എനിക്ക് സാറിൻ്റെ പടത്തിലൊരു വേഷം ചെയ്താൽ കൊള്ളാമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, അപ്പം ഉറപ്പായിട്ട് നോക്കാം എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഹൃദയപൂർവ്വത്തിൽ എൻ്റെ ലില്ലിപ്പണ്ണ് ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യാനായിട്ട് അവിടെ ചെന്നപ്പോഴത്തേന് അല്ല സൗമ്യ അപ്പോൾ ചെറിയൊരു വേഷം ചെയ്ത്, അപ്പോൾ അത് ചെയ്യാനായിട്ട് അവിടെ ചെന്നപ്പോൾ പിന്നെ കഥയെല്ലാം സാറ് അവരോട് പറഞ്ഞു കൊടുത്തിട്ട് പറയുന്നത് പോലെ റൊണാൾഡിന് പറ്റിയ വേഷമൊന്നും ഇല്ലായിരുന്നു, ഉണ്ടായിരുന്ന ഉറപ്പായിട്ട് റൊണാൾഡോ ഈ പടത്തിൽ കണ്ടേനെന്ന് സത്യനന്ദിക്കാട് ഓർമ്മയുണ്ടല്ലോ അദ്ദേഹത്തിന്. അതൊരു വലിയ ഒരു സന്തോഷമാണ്. ഇത്രയും നമ്മൾ സിനിമ എന്ന് പറയുന്ന മോഹം അല്ലെ, നമ്മൾ സിനിമ എന്ന് പറയുന്ന മോഹമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വിത്തുവാകിയ ഒരു ഡയറക്ടറാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ അന്നും ഇന്നും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊരു വലിയൊരു ഭാഗ്യമാണ്, അത് അലിയൻസിലൂടെ കിട്ടിയാണ്. പിന്നെ അങ്ങനെ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ വർക്കുകളും ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന തന്നെ ഇപ്പം ഞാൻ പോലും അറിയാത്ത സീരിയലായാലും സിനിമയിലൊക്കെ ഉള്ളവർ കാണുമ്പോൾ പിന്നെ റൊണാൾഡോ അല്ലെ അലിയൻസിലെ ആളല്ലേ എന്ന് ചോദിക്കുന്നതെല്ലാം എനിക്ക് അലിയൻസ് കൊണ്ട് തന്നതാണ്. അത് ഭയങ്കര അഭിമാനത്തോടെ, അതിലുപരി എൻ്റെ അലിയൻസ് കുടുംബത്തിലെ എൻ്റെ ഓരോ പ്രിയപ്പെട്ട കലാകാരന്മാർക്കും കലാകാരികളോടും അലിയൻസ് ക്രൂ കൗമുദി ടിവിയോടും പിന്നെ അലിയൻസിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അലിയൻസിൻ്റെ പ്രിയ പ്രേക്ഷകരോട് ഈ സമയത്ത് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുക. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, നമ്മളിപ്പോൾ ഇത്രയും ഇടയ്ക്ക് കരഞ്ഞു, കുറച്ച് ചിരിച്ചു, കുറച്ച് കഥകളൊക്കെ പറഞ്ഞു, ലവ് സ്റ്റോറി പറഞ്ഞു. അപ്പം 2 കാര്യങ്ങളും എനിക്ക് ചോദിക്കാറുണ്ട്. ഒന്ന്, നമ്മുടെ ഇപ്പോൾ നിങ്ങൾക്ക് പറ്റേണ്ട ഒരു ആക്സിഡൻറ്റ് നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വന്ന ഒരാളുടെ ജീവൻ പൊലിയേണ്ടടുത്ത് ഒരു പോലീസുകാരൻ്റെ ജീവനാണ് പൊലിയുന്നത്. എൻ്റെ ജീവൻ ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. എൻ്റെ ജീവൻ പൊലിയേണ്ടടുത്തെന്ന് തന്നെ പറയും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എനിക്ക് പിന്നെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാൻ സാധാരണ കായംകുളത്ത് ക്യാമ്പ് ചെയ്ത് പ്രോഗ്രാം ചെയ്യുമ്പോൾ വണ്ടിയിൽ കാറുണ്ട്, ഒരു ഇയോൺ കാറുണ്ടെന്ന് പറഞ്ഞാൽ ആ കാറ് കൊണ്ട് ക്യാമ്പിലിടും. അതായത് KPSC ജംഗ്ഷനിലാണ് കായംകുളത്ത്. അവിടെ ഇട്ടിട്ട് അവിടെ നിന്ന് ട്രൂപ്പിൻ്റെ വണ്ടിയിലാണ് പോകുന്നത്. എന്നിട്ട് അവിടെ തിരിച്ച് വന്നിട്ട് കാറിൽ, അപ്പോൾ എൻ്റെ ഒരു അനിയൻ പയ്യനോട് ഞാൻ ഓടിക്കാനായിട്ട് ഇരുന്ന് ഓടിക്കാത്തതുകൊണ്ട് കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ സാധാരണ കായംകുളത്തുനിന്ന് വരുന്നത് നേരെ പുതിയാവ്, ചക്കുവള്ളി, പറണിക്കാവ്, പുത്തൂര് വഴി നിന്നെങ്കിൽ നേരെ വീടിൻ്റെ അവിടെ കയറുക, അങ്ങനെ ഏറ്റവും കൂടുതൽ വരുന്നത്. പക്ഷെ അന്ന് ഞാൻ അടൂര് വഴി വരിക, അതാലോചിച്ച് നോക്കണം. അടൂര് വഴി വന്ന് പിന്നെ കായംകുളത്ത് നേരെ അടൂരിൽ നിന്ന് വരുമ്പോൾ കുളക്കട വെച്ചിട്ടാണ് ഈ അപകടം നടക്കുന്നത്. അതിനകത്ത് കഴിഞ്ഞിട്ട് കുളക്കട വെച്ച് അപകടം നടക്കുമ്പോൾ എൻ്റെ വണ്ടി ബസ് കയറി വന്ന് വെട്ടം ഇവൻ ലെഫ്റ്റ് പിടിച്ച് പോസ്റ്ററിൽ പോയി ഇടിച്ച് കൊട്ടാരക്കരയ്ക്ക് വന്നുകൊണ്ട് ഇടിയുടെ അകത്ത് തിരിഞ്ഞ് അടൂരൊക്കെ കടന്നു.
തിരിഞ്ഞു പോയി വണ്ടി, ലെഫ്റ്റ് സൈഡ് ഫുള്ള് പോയി. പക്ഷെ അപ്പോഴും വണ്ടി എന്നെ പ്രൊട്ടക്ട് ചെയ്ത് കാലിലൊന്നും ഒരു വരിക്കില്ല. ആകെ പറ്റുന്നത് നെറ്റി തലയിലൂടെ പൊട്ടി, കുറച്ച് മുറിവുകൾ ഇവിടെ സ്റ്റിച്ച് ഉണ്ടായിരുന്നു, ഇവിടെ പൊട്ടി. അങ്ങനെ എന്നെ അവിടുന്ന് എൻ്റെ ഒരു ഷിബു എന്ന് പറയുന്ന അവിടെ താമസിക്കുന്ന ഒരു ചേട്ടൻ, പിന്നെ ഒരു ഇതിനകത്ത് നമ്മുടെ നിങ്ങൾ രണ്ടുപേരും ഉള്ളായിരുന്നുള്ളൂ, ഞാനും ഡ്രൈവറും സുരേഷ്, പിന്നെ മാമ്പുഴ സുരേഷ് എന്ന് പറയുന്നത് എൻ്റെ കൂടെ ട്രൂപ്പിൽ പ്രോഗ്രാം ചെയ്യുന്നത്, കോമഡി സ്റ്റോറിലൊക്കെ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അവൻ പുറകെ കിടന്നേ, അവൻ ഇടുക്കിൽ വീണുപോയി. ഞാൻ ഫ്രണ്ട് സീറ്റിൽ സീറ്റ് ബെൽറ്റ് ഇടാതെ കിടന്നുകൊണ്ട് തല പോയി നേരെ ഗ്ലാസ്സിലിടിച്ചാണ് പൊട്ടണത്. അവിടെ നേരെ എന്നെ ഒരു പിന്നെ പെട്ടിയോട്ടയ്ക്കകത്ത് കയറ്റി നേരെ വിജയാസ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പം അവിടെ കോള് വരുന്നു. റോഡിൽ കിടന്ന കാറ് ഒതുക്കിയിടുമ്പോൾ ഹൈവേ പോലീസുകാരൻ്റെ പാണ്ടിലോറി വന്ന് കയറി, ഒരാളുടെ കാലക്കട വണ്ടി കയറി ഇറങ്ങി. എൻ്റെ പ്രായത്തിലുള്ളൊരു പോലീസുകാരൻ മരിച്ചു. അപ്പോൾ കാലൻ അവിടെ ഒരാളെ കാത്തു നിന്നതാണ്. എന്നെ മിസ്സായപ്പോഴത്തേനും അയാളിലേക്ക് പോയി. അത് ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ പെങ്ങളുടെ കൊച്ചിൻ്റെ നൂലുകെട്ട് പിറ്റേ ദിവസമാണ്. നാളത്തെ ഡ്യൂട്ടി മേടിച്ച് അയാൾ തലേന്ന് എടുത്തതാണ്. നാളത്തെ ഡ്യൂട്ടിക്ക് അവധിക്ക് വേണ്ടി തലേന്ന് എടുത്തു. അത് അവിടെ പോകാനിരിക്കും അദ്ദേഹത്തിൻ്റെ ജീവൻ. എന്നെ കാത്തു തന്നെ പോയി കണ്ടായിരുന്നോ ഈ ഇതെല്ലാം കഴിഞ്ഞ ശേഷം? എനിക്ക് കൊണ്ടുപോകാൻ തോന്നിയില്ല. പക്ഷെ എനിക്കൊന്ന് 4 ദിവസം കഴിഞ്ഞ് ഞാൻ അഭിലാഷനെ വിളിച്ച് ചോദിച്ചു ഇങ്ങനെ ഉണ്ടെന്നുള്ളത് ഞാൻ ചോദിച്ചായിരുന്നു. പക്ഷെ ഇതൊക്കെ ഇതിൻ്റെ ഒരു എന്താ ദൈവം ഓരോന്ന് വിധിച്ചിങ്ങനെ പാർട്ട് ഓഫ് ഗെയിം എന്ന് പറയുന്ന പോലെ വരുന്നത് തന്നെയാണ്. ഇനി അടുത്തൊരു കാര്യം എന്നുള്ളത് വീടിനെ ജപ്തി. ഇപ്പം എന്തായാലും നമ്മുടെ പ്രേക്ഷകർ കാണുന്നുണ്ട്. എനിക്കൊന്ന് UK എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആരാധകരുള്ളൊരു ഒരു ക്യാരക്ടറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അലയൻസിന് ഇഷ്ടം പോലെ ആൾക്കാർ. എൻ്റെ അച്ഛൻ എനിക്ക് എന്നെ ഒരുപാട് പേര് പിന്നെ അഭിമാനത്തോടെ പറഞ്ഞു, അലയൻസ് കണ്ട് റൊണാൾഡോനെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് എൻ്റെ അച്ഛൻ മരിച്ചപ്പോഴാണ്. അച്ഛൻ മരിച്ചപ്പോൾ ഞാൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരും ഒരു മരണം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഫേസ്ബുക്കിൽ നമ്മളെല്ലാവരും, ഞാൻ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും എൻ്റെ അച്ഛൻ എന്നെ വിട്ടുപോയി എന്ന് പറഞ്ഞിട്ട് പിറ്റേന്നാണ് അച്ഛൻ്റെ അടക്കം. രാത്രിയിലാണ് അച്ഛൻ മരിക്കുന്നത്. അടക്കത്തിന് മുമ്പായിട്ട് എനിക്ക് വന്ന കോളുകൾ, മെസ്സഞ്ചറികൾ എൻ്റെ നമ്പർ മേടിച്ചു, ചാനലിൽ വിളിച്ചിട്ട് നമ്പർ ചോദിച്ചു, അല്ല പരിചയങ്ങളിലൂടെയും വാട്സപ്പിലൂടെയും ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ നമ്പർ എടുത്തിട്ട് ഒരുപാട് കോള്. അത് ഏറ്റവും കൂടുതൽ അന്റാർട്ടിക്കയുടെ അവിടെയുള്ള ചിലി എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് വരെ ഒരു കോള് വന്നുള്ളത്. അത് റൊണാൾഡിന് കൊണ്ട് തന്നെ അവരെല്ലാവരും വിളിച്ചിട്ട് അച്ഛൻ്റെ അപ്പോഴും അവർ വിളിക്കുമ്പോഴും വിശേഷങ്ങൾ റൊണാൾഡിൻ്റെ അറിയണ്ടേ. അച്ഛൻ എന്തായിരുന്നു, സുഖമില്ലാതെ കിടന്നതാണോ, പ്രായം ഞാൻ പറഞ്ഞു സുഖമില്ലാതെ കിടക്കുമായിരുന്നു, 81 വയസ്സായിരുന്നു. അത് കഴിഞ്ഞിട്ട് റൊണാൾഡോ പറയും വിശേഷങ്ങൾ, ഇനി എന്നാ ഷൂട്ട്. അത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് പേര് ഇപ്പോഴും. അത് ഓരോ എപ്പിസോഡ് വരുമ്പോൾ അത് ഞാൻ ഇല്ലാത്ത എപ്പിസോഡ് പോലും ഇന്ന് റൊണാൾഡിനെ കണ്ടില്ലെന്ന് ചോദിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാകും. തീർച്ചയായിട്ടും ഭയങ്കര ഒരു സന്തോഷമാണ്. പക്ഷേ ആ ഒരു സന്തോഷം ഇപ്പം അഭിമാനത്തോടെ പറയാൻ എൻ്റെ പ്രിയപ്പെട്ട അലിയൻസിലെ ഓരോ ആൾക്കാരും കൂടെ തന്ന ഒരു സ്പേസ്, രാജേഷ് ഭായി തന്നൊരു സ്വാതന്ത്ര്യം, അവിടുത്തെ എൻ്റെ റിയാസിക്കായാലും അനീഷേട്ടനായാലും മഞ്ജു ആയാലും സൗമ്യ ആയാലും മണിച്ചേട്ടന്, ബിന്ദു അമ്മ ബിന്ദു ചേച്ചി, പിന്നെ കുഞ്ഞുമുത്ത്, നല്ലു, സയ്യു, എല്ലാവരും കണ്ണൻ അവരെല്ലാവരും തരുന്ന ആ ഒരു സ്നേഹവും സപ്പോർട്ടും കൊണ്ടാണ്. ഞാൻ മുമ്പ് അനീഷോട് തന്നെ ഞാൻ പറഞ്ഞിട്ടില്ല, നല്ല വിൽപ്പനയുള്ള ഒരു കടയിലാണ് ഞാനിരിക്കുന്നത്. അതുകൊണ്ട് ഞാനും അവിടെ ഇരുന്ന് കൊടുത്താൽ മതി, വാങ്ങിച്ചോളൂ ആൾക്കാർ വാങ്ങിച്ചോളൂ. തീർച്ചയായിട്ടും അത് തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഞാൻ ഇൻ്റർവ്യൂ എടുത്ത സമയത്ത് എൻ്റെ സ്പെഷ്യലായിട്ട് എൻ്റെ പേഴ്സണലി എനിക്ക് മെസ്സേജ് വന്നു, എൻ്റെ PM മെസ്സേജ് വന്നത് വേറൊന്നുമല്ല, വാട്സപ്പിൽ എൻ്റെ നമ്പർ എടുത്തിട്ട്. അതായത് ആ സീരിയൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, സിറ്റ്കോം കാണുന്ന ഒന്ന് ഓടിട്ട വീട്, നാച്ചുറലായിട്ടുള്ള പ്രദേശം, അഭിനയം ഡയറക്റ്റാണ് നിങ്ങൾ ഡയലോഗ് പറയുന്നത്. തെറ്റിക്കഴിഞ്ഞാലും അവിടെ ഒരാൾ സേവ് ചെയ്യാനുണ്ട്. അതെ, സാധാരണക്കാരുടെ കോസ്റ്റ്യൂം, അതെ, നിങ്ങളുടെ നടത്തേണ്ട ഒരു ശൈലി, ഇതെല്ലാം അത് തന്നെയാണ്. എന്തായാലും ഹാറ്റ്സ് ഓഫ് രാജേട്ടാ, ഇങ്ങനൊരു ക്യാരക്ടർ അതിൽ കൊണ്ടുപോയി 2.5 വർഷം വരെ ഇങ്ങനെ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ മാറ്റി കൊടുക്കാൻ സാധിച്ചു. ഇനിയുമുണ്ട് ഒരു 8 ലക്ഷം രൂപയുടെ അടുപ്പിച്ചുള്ളൊരു പ്രശ്നമുണ്ട്. അതിന് ഞാൻ പറയാം ചേട്ടാ, അത് ഞാൻ പറയാം, അത് ഉറപ്പായിട്ടും പറയാം. കാരണം വെച്ചാൽ അതിന് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ടവർ, എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ദയവായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എൻ്റെ കാര്യം കൂടെ ഉൾപ്പെടുത്തുക. തീർച്ചയായിട്ടും എൻ്റെ മോൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എപ്പോഴും പറയുന്നൊരു കാര്യമാണ് സിറ്റൗട്ടുള്ളൊരു വീട്. എപ്പോഴും പറയും സിറ്റൗട്ടുള്ളൊരു വീട്. അയാളുടെ കൂടെ പഠിച്ചവരൊക്കെ വീടുകളിൽ പോകുമ്പോഴും സിറ്റൗട്ടുള്ളൊരു വീട് അയാളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത്. എപ്പോഴും പറയാം, നമുക്ക് സിറ്റൗട്ടുള്ള വീട് വെക്കണം എന്ന് പറയും. അത് തീർച്ചയായിട്ടും ഞാൻ സഹായിച്ചു കൊടുക്കും. എനിക്ക് ഈ വർക്ക് തന്നുകൊണ്ടിരിക്കുന്നവരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരും അതിലുപരി ദൈവത്തിൻ്റെ ഒരു കൃപയുണ്ടല്ലോ, ഉറപ്പായിട്ടും അത് സഹായിച്ചു കൊടുക്കാൻ പറ്റുമെന്നാണ് വിശ്വാസം. ആത്മവിശ്വാസമാണ് ഇപ്പോൾ എന്നെ ശരിക്കും നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അതായത് ഒരിടത്ത് ഇപ്പം ഞാൻ പിന്നിലേക്ക് ചിന്തിക്കാറുമില്ല, പിന്നിലേക്ക് ചിന്തിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഇപ്പം വരുന്ന ഏത് പ്രശ്നങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. അത് ഒരുപക്ഷെ 2-3 ഘട്ടങ്ങളിലെ ഈ പറഞ്ഞ കൊറോണ കഴിഞ്ഞുള്ള ഘട്ടങ്ങളും ഒക്കെ വന്ന് അതിനെയൊക്കെ തരണം ചെയ്ത് ഈ സമയം കടന്നു പോകും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുന്നത് കൊണ്ടായിരിക്കാം തീർച്ചയായിട്ടും. അത്
എൻ്റെ മോൻ്റെ ഒരു ആഗ്രഹമാണ് ഇപ്പോൾ എൻ്റെ ഏറ്റവും ഒരു വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. കാര്യം അല്ല പിന്നീട് നാളെ അവൻ ചിന്തിക്കരുത് അച്ഛനൊന്നുമില്ലാതായി അല്ല ഒന്നുമില്ലാത്തവനായിരുന്നു. പക്ഷേ ഇങ്ങേരുത് എന്തോന്നത് വിഷു ആയിട്ട് എന്നെ കൂടെ കരയൊക്കെ ഇരുത്തി ചുമ്മാ ഇരുന്ന പോലും ഒന്നുമില്ല. പ്രേക്ഷകരോട് വ്യക്തമായിട്ട് പറയാം, തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നതല്ല ഞാനായിട്ട് പറയുകയാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ളത് എബ്രോഡിലാണ്, അതുപോലെ തന്നെ GCC കൺട്രി ആയാലും അതുപോലെ തന്നെ നമുക്ക് പല സ്ഥലങ്ങളിലായിട്ടുള്ള ആൾക്കാർ, ഇഷ്ടം പോലെ ആൾക്കാർ ഇദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്, കഥാപാത്രത്തെ സ്നേഹിക്കുന്നവരുണ്ട്. പക്ഷേ റൊണാൾഡോ എന്ന് പറയുന്ന അഭിലാഷ് കൊട്ടാരക്കരയ്ക്ക് വേറൊരു ജീവിത കഥയും കൂടെ ഉണ്ട്. അതാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത്. തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് പേരെങ്കിലും അത് സ്വീകരിച്ച് അദ്ദേഹത്തിനെ വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വേറെ ഒന്നും കൊടുക്കാനല്ല പറയുന്നത്, വിളിച്ച് ഒരു ആശ്വാസവാക്ക് പറയുന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ ഭക്ഷണം കഴിച്ചാലോ? കഴിക്കാം, അതുണ്ടോ? അതേലും എല്ലാം റെഡി ആയിരിക്കാം. അപ്പോൾ ഇനി ഇദ്ദേഹത്തിൻ്റെ കഴിപ്പ് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക്, റൊണാൾഡോ കറക്റ്റ് ആണോ അല്ലയോ നമുക്ക് നോക്കണ്ടേ. നമുക്ക് ഭക്ഷണം കഴിക്കാം. തീർച്ചയായിട്ടും അതാ ആ കണ്ണീര് തുടച്ചിട്ടോ ഭക്ഷണത്തിന് മുമ്പ് കരയാൻ പാടില്ല കേട്ടോ. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും മാറും, എല്ലാവരും മാറും. സന്തോഷമുണ്ട്. കാര്യം പണ്ടൊക്കെ ആഗ്രഹിച്ചാണ് വിഷു സ്പെഷ്യൽ ഒക്കെ ഇൻ്റർവ്യൂകൾ ഓരോരുത്തരുടെ താരങ്ങളിലൊക്കെ കാണുമ്പോൾ ദൈവം നമ്മളെയൊന്നും ആരും കാണുന്നില്ലല്ലോ. ഞാൻ നിന്നോട് തന്നെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അനീഷ് തന്നെ വലിയ സൂപ്പർ സ്റ്റാറുകളൊക്കെ ഇൻ്റർവ്യൂസ് എടുക്കുന്ന സമയത്ത് അനീഷ് എന്നെ അറിയുന്നില്ല. പക്ഷേ അഭിലാഷൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ എടുത്തത് ഞാൻ തന്നെയാണ്. അദ്ദേഹം അലയൻസിൽ പോയതിനു ശേഷം ആസ് എ കൊട്ടാരക്കരക്കാരൻ എന്നുള്ള രീതിയിൽ, അതിലുപരി ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഞാൻ ആദ്യത്തെ ഇൻ്റർവ്യൂ, അഭിലാഷന്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ഞാനാണ് എടുത്തത്. ആ ഐശ്വര്യം ഉണ്ട്. അതും അവിടെ അനീഷേട്ടൻ ഇൻ്റർവ്യൂ എടുക്കാൻ കിട്ടിയ ഒരു ചെറിയൊരു സമയത്തിന്റെ ഗ്യാപ്പിലാണ്. അതെ 20-25 മിനിറ്റിലാണ്. പക്ഷെ അദ്ദേഹം ഉണ്ടെന്ന് അറിഞ്ഞില്ല, എന്നിട്ടും എനിക്ക് അവിടെ വെച്ച് ദൈവം കാണിച്ചു തന്നു. അപ്പൊ എന്തായാലും ഇനി കരയാൻ പാടില്ല കേട്ടോ. പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ട്. കരഞ്ഞത് ഒരിക്കലും ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാം, ഈ ചാനലിന്റെ മുമ്പിൽ ഞാൻ ചിലപ്പം ഈ ട്രോളുന്നവർക്ക് പറയാം, ദാരിദ്ര്യം പറഞ്ഞൊന്നും വിചാരിക്കരുത്. ഇതാണ് ഞാൻ, ഇവിടെയാണ്. അല്ല, ദാരിദ്ര്യം പറയാനാട്ടെ ഞാൻ ഇച്ചിരി ഇമോഷണൽ ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അത് വേറൊരാളുടെ സങ്കടം കേട്ടാലും പെട്ടെന്ന് കണ്ണു നിറയും. കൊച്ചുകുട്ടികളുടെ ഒരു കരച്ചിൽ കേട്ടാലും ചില സമയത്ത് കയ്യിൽ നിന്ന് വിട്ടുപോകും. അത് ഒരു പക്ഷേ മനസ്സിന് വലിയ കട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ഇത്രയും വലിയ മനുഷ്യനാണ്, കട്ടി ഒട്ടുമില്ല, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്കിലും അഭിലാഷൻ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളിവിടെ സെൻറ്റിമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ നിന്ന് പൈസ മേടിക്കാനല്ല ഇൻ്റർവ്യൂ എടുത്തിരിക്കുന്നത്. വിഷു ആയിട്ട് ഒരു സ്പെഷ്യൽ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. വന്നപ്പോൾ ഞാൻ കണ്ടു, അവരുടെ വീട് കണ്ടു, എനിക്കത് തോന്നിയത് ഞാനിവിടെ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ അനീഷ് ഈ ഇൻ്റർവ്യൂവിൻ്റെ കേസ് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് ഹോട്ടലിൽ വെച്ചിട്ട് എടുക്കാം, അവിടെ നമുക്ക് വിഷു ക്രിയേറ്റ് ചെയ്യാന്നാണ് പറഞ്ഞത്. പക്ഷേ അനീഷാണ് പറഞ്ഞത് അതല്ല, നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങൾ വിഷു വീട്ടിലല്ലേ ഒരുക്കുന്നത്, അപ്പോൾ വീട്ടിൽ വന്ന് എടുക്കാമെന്ന്. പക്ഷേ ഞാൻ ഞെട്ടിപ്പോട്ടെ, വീട് കണ്ട് ഞെട്ടിപ്പോയി. സീരിയസ്ലി ഞാൻ പറയാണ്, എന്താണുള്ളത് നിങ്ങൾ വിഷുവിൽ കാണാൻ പറ്റും. നമുക്ക് ഇനി കുറച്ച് ഭക്ഷണം കഴിച്ചാലോ? തീർച്ചയായിട്ടും. ഇനി നിങ്ങൾ എന്നെ ഇരുത്തി ചിലപ്പോൾ, പക്ഷെ കൈനീട്ടം തരണം എനിക്ക്. കൈനീട്ടം തരും ഉറപ്പായിട്ടും. അവിടെ ഞാൻ കരഞ്ഞു പോകത്തില്ല, കൈനീട്ടം തരണം. ഓക്കെ, അപ്പോൾ അകത്തോട്ട് പോവാം. ഓക്കെ. അഭിലാഷണ്ണ നിറഞ്ഞു കേട്ടോ. കാര്യം ഓണത്തിനാണ്, അതെ ഓണത്തിനാണ് ഇത്രയും തൊടുകറികൾ വരുന്നത്. എത്ര തരം ഉണ്ട് ഇട്ടോ? 1 2 3 4 5 6 7 അല്ലേ? എന്തൊക്കെയാന്ന് പറ. പച്ചടി, അവിയൽ, പയറുതോരന്, പാവയ്ക്ക മെഴുക്കുവരട്ടി, വെജിറ്റബിൾ സ്റ്റൂവ്, പിന്നെ ഇഞ്ചി, മാങ്ങ. ഇത് എത്ര സമയം കൊണ്ട് തുടങ്ങിയത് സന്ധ്യ മാഡം? ഞങ്ങളൊരു 4 മണിയാകുമ്പോൾ. 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്തല്ലയോ? ഇഞ്ചിയും മാങ്ങയൊക്കെ ഇന്നലെ റെഡിയാക്കി. ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ. എന്തായാലും പറ, സംസാരിക്കാതെ എങ്ങനെ ഇരിക്കാതെ. വലിയ അല്ലേ? ഇപ്പൊ ഈ പേഷ്യന്റിനൊക്കെ കാണുമ്പോ എങ്ങനെ? മാങ്ങാച്ചാറ് കൊള്ളാം കേട്ടോ, മാങ്ങാച്ചാറ് കൊള്ളാം. ആ, ഇതെന്താ എൻ്റെ റെസിപ്പി? എന്താ എൻ്റെ റെസിപ്പി പറഞ്ഞെടുത്ത് പോയി. എനിക്ക് നാളെ അതോ? അപ്പം ഞാനൊന്ന് ചോറ് കഴിക്കട്ടെ. അതിന് മുന്നേ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ കയറിയപ്പം കുറച്ച് മൊമെൻറ്റോസ് വിട്ടിരിക്കുന്നുണ്ട്, കുറേ ആദരവ് കിട്ടിയതാണെന്ന് തോന്നുന്നു അല്ലേ? എല്ലാം സ്കൂളുകളിൽ നിന്നാണോ അതോ? സ്കൂളുകളിൽ നിന്ന് കിട്ടിയതും ചെയ്ത വർക്കുകളിൽ നിന്ന് കിട്ടിയതും ഈ അടുത്ത സമയത്ത് കൗണ്ടിയുടെ 1000 എപ്പിസോഡിന്റെ കിട്ടിയത്. പിന്നെ കുറെ മൊമെന്റോ വെക്കാനുള്ള സ്ഥലങ്ങൾ കുറവായതുകൊണ്ട് അതൊക്കെ വരും, സ്ഥലങ്ങളൊക്കെ ഇനി വരും. ആദ്യം തന്നെ നന്ദി പറയുന്നതേ, വിഷുവിന് നല്ലൊരു സദ്യ തന്നെ കേട്ടോ. സന്ധ്യ വെച്ചിട്ട് നന്ദി പറയാം കേട്ടോ. അമ്പാടി സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. റെഡി 1 2 3 സ്റ്റാർട്ട് ചെയ്യാം. സന്തോഷമുണ്ട് വിഷുവിന് ഇങ്ങനെ ഒരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട്. പണ്ടെങ്ങോ മനസ്സിൽ കിടന്ന ഒരു ആഗ്രഹമാണ് ഒരു വിഷു സ്പെഷ്യൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇസ്രായേലും ക്രിസ്മസ് ആയാലും സ്പെഷ്യൽ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ വരണമെന്നുള്ളതല്ലേ? അത് സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. പലരെല്ലാം കണ്ടു, അതിപ്പോൾ താങ്കളിലേക്കും വന്നു. അതുപോലെ തന്നെ എല്ലാവിധ ഭാഗങ്ങളും നേരുന്നില്ല എല്ലാവർക്കും. നിങ്ങൾ 3 പേർക്ക് 2025 അഭിലാഷൻ്റെ ആവട്ടെ അങ്ങോട്ടുള്ള വർഷങ്ങളെല്ലാം
ഈ സന്ധ്യയുടെ സ്മൈൽ ഇങ്ങനെ തന്നെ കീപ് സ്മൈലിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെ ചിരിച്ചു പോട്ടെ, ദുഃഖങ്ങളെല്ലാം മാറി സന്തോഷങ്ങൾ വരട്ടെ, അവൻ്റെ സിറ്റൗട്ടുള്ളൊരു വീട് വരട്ടെ. അഭിലാഷ് ഉണ്ട് നല്ലൊരു ക്യാരക്ടർ ഇട്ടിട്ട് അല്ലേ? ഉറപ്പായിട്ടും നമ്മളിനി അടുത്ത ഒരു ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ നിങ്ങൾ നല്ലൊരു ക്യാരക്ടറോട് കൂടി ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും എടുക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ള എന്നെ ഇവിടെ വരെ എത്തിച്ച് ഇപ്പം ചെയ്തുകൊണ്ട് ഓരോ വർക്കുകൾക്ക് നിങ്ങൾ തരുന്ന പ്രോത്സാഹനത്തിന് ഞാൻ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സർവേശ്വരൻ്റെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല നന്ദിയുടെ കാര്യത്തിൽ. പിന്നെ അതേപോലെ ഈ ഇൻ്റർവ്യൂ യാദൃശ്യവശാലെങ്കിലും ഏതെങ്കിലും സിനിമാ സംവിധായകർ കാണുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന വർക്കുകളിൽ എന്നെപ്പോലെ ഒരാൾക്കൊരു അവസരം കൊടുക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ പേര് മറക്കരുത്. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കൗമുദി TV എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. തമാശയ്ക്ക് കൂടി ഏതെങ്കിലും ഡയറക്ടർ കാണുന്ന പോലെ ചിരി ഒരു ആക്കിയൊരു ചിരി ഇവിടുന്ന് കേട്ടോ. അതെന്തോന്ന് എനിക്ക് മനസ്സിലായില്ല. അത് കട്ട് ചെയ്യുമ്പോൾ പറയണം എന്തോന്നുള്ളത്. സന്ദേശി പറ അതെന്താ അങ്ങനെ ചിരിച്ചെന്താ ഇപ്പം തന്നെ പറഞ്ഞു? പറഞ്ഞത് കേട്ടൊക്കെ ചിരിച്ചു പോയതാണ്. അതേപോലെ ഇനി വരാൻ പ്രോഗ്രാം ഇപ്പം അതിൻ്റെ കൂട്ടം ഞാൻ പറയാൻ മറന്ന ഒരു കാര്യം, വർക്കുകൾ തിരക്ക്, അത് വർക്കിൻ്റെ തിരക്ക് മൂലം നമുക്ക് സമയം കിട്ടുന്നില്ല എന്ന് പറയുന്ന ചില സാഹചര്യങ്ങളുണ്ട്. എനിക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ ഞാനിപ്പോൾ കടന്നു പോകുന്നുണ്ട്. ഈ അടുത്ത സമയത്ത് ഒരു പ്രമുഖ ചാനലിൽ നിന്ന് ഒരു സീരിയലിലേക്ക് വിളിച്ചപ്പോൾ എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റിയ കാര്യം ബിസി ആയിപ്പോയി, വേറെ വർക്കിന്റെ ബിസി. ഞാൻ എല്ലാ മാസവും 15 മുതൽ 30 വരെ അളിയൻസിന്റെ വീട്ടിലാണ്. അപ്പോൾ അവരുടെ സെയിം ഷെഡ്യൂളാണ്, എനിക്ക് വരാൻ പറ്റിയില്ല എന്ന് പറയാൻ ദൈവം അവിടെ വരെയൊക്കെ എന്നെ എത്തിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട്. ബിസി അല്ലാത്ത സമയത്തൊന്നും ആരുടെ കോള് വന്നില്ല. ബിസി അല്ലാത്ത സമയങ്ങളിൽ പറഞ്ഞ എഴുത്തും കാര്യങ്ങളായിട്ട് ഇതാണ് എൻ്റെ ലിവിംഗ് റൂമും ഡൈനിങ്ങും എഴുത്തുവരെയും എല്ലാം. ഈ എഴുത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ നാട്ടുകാരനല്ലേ അജിത് വിനായക ഒരു കഥ പറഞ്ഞ് നല്ലൊരു കഥയാണ് ചെയ്യത്തില്ലേ പുള്ളിക്കാരൻ? പറയണം, നാളെ ഒരു അവസരം കിട്ടി ഉറപ്പായിട്ടും അജിത്തണ്ണ ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ അഭിലാഷിൻ്റെ ഒരു കഥ കേൾക്കണം. നല്ല കഥകൾ എഴുതുന്ന ഒരാളാണ്. ഉറപ്പായിട്ടും ഒരു സിനിമ നമ്മുടെ കൊട്ടാരക്കരക്കാരനിലെ ലിപിയോട് കൂടി വരട്ടെ എന്ന് ആത്മാർത്ഥം. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് പേർക്ക് അഹങ്കാരമെന്ന് വിചാരിക്കരുത്, ഒരു അപേക്ഷയാണ്. ഒരുപാട് പേർക്ക് മമ്മൂക്ക അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. മമ്മൂട്ടി കമ്പനിയോ അല്ലെങ്കിൽ മമ്മൂക്ക ഇനി ചെയ്യുന്ന ഒരു പടത്തിൽ ഇത് ഏതെങ്കിലും രീതിയിൽ ഇൻ്റർവ്യൂ കണ്ണിൽ പെടുകയാണെങ്കിൽ ഒരവസരം ഞാൻ ചോദിക്കുകയാണ്. പക്ഷെ അത് ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിപ്പോയി, അതിന് ക്ഷമിക്കണം. അപ്പം ആഗ്രഹമാണ് സിനിമയിലെത്തുക എന്നുള്ളത്, ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ റൊണാൾഡോൻ്റെ എല്ലാ ആളുകളും തീർച്ചയായിട്ടും റൊണാൾഡോനെ എല്ലാവരും സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എല്ലാവിധ ഭാഗങ്ങളും വൺസ് അഗെയിൻ എല്ലാവർക്കും നമുക്ക് 3 പേർക്കും ഒരു വിഷു ആശംസകൾ. ഓക്കെ, ഉറപ്പായിട്ട് നല്ല വിഷു ആവട്ടെ. ഇനി അങ്ങോട്ട് കേട്ടാൻ പാടി അടിച്ചു വിളിക്കണം, സിനിമയിലേക്ക് വരണം കേട്ടോ. വരുമോ? സിനിമയിൽ അഭിനയൊക്കെ ഇഷ്ടമാണോ? അച്ചായി കൊണ്ടുപോവോ? ഇനി കൊണ്ടുപോകും കേട്ടോ. എത്രയുള്ള പഠിക്കുന്നത്? 2ാം ക്ലാസ്. അപ്പോൾ ഈ ക്യാമറ നോക്കി ഹാപ്പി വിഷു പറ. ഒരു തംസപ്പ് കാണിച്ചോണ്ട് പറയടാ. ഇങ്ങോട്ട് കൈ നീട്ടുന്നേ. അവനെ കഴിക്കുന്നതിൻ്റെ തിരക്കിലാണ്, അവനെ വിശന്നിരിക്കുക 2 മണി. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു വിഷു ആശംസകൾ നേർന്നുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ വിഷു ഞങ്ങൾ അടിച്ചു പൊളിച്ച് ആഘോഷിച്ച് നമ്മുടെ അഭിലാഷിൻ്റെ കുടുംബത്തോടൊപ്പമാണ്. അപ്പോൾ ഇനിയും നിങ്ങളുടെ കമൻറ്റ്സ്, അഭിപ്രായങ്ങൾ, നമ്മുടെ ഈ ഇൻ്റർവ്യൂവിൻ്റെ അഭിപ്രായങ്ങളൊപ്പം തന്നെ ഒന്ന് നോട്ട് ചെയ്തോളൂ. അടുത്ത വരാൻ പോകുന്ന ജഗതി ചേട്ടനായിരിക്കാം നമ്മുടെ ഈ ഇൻഡസ്ട്രിയിൽ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ടാറ്റാ ബൈ, സീ യു.